നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. സാധാരണ ജനങ്ങൾക്ക് പി സി ജോർജിനെ ഇഷ്ടമായിരുന്നു. എന്തിനും ഏതിനും സാധാരണക്കാർക്കൊപ്പം നിൽക്കുക എന്നതായിരുന്നു ജോർജിൻ്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെയാണ് പൂഞ്ഞാറിലെ ജനങ്ങൾ തുടർച്ചയായി 8 തവണ അദ്ദേഹത്തെ പൂഞ്ഞാറിൻ്റെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്തത്. ജോർജ് പല പാർട്ടികൾ മാറി മത്സരിക്കുമ്പോഴും ജോർജിനെ വിജയിപ്പിക്കുക എന്നുള്ള ശീലത്തിൽ കാര്യമായ മാറ്റം പൂഞ്ഞാറുകാർ ഒരിക്കലൊഴികെ വരുത്തിയിട്ടും ഇല്ലായിരുന്നു. അവിടെ രാഷ്ട്രീയ പാർട്ടിയോ ജോർജിൻ്റെ രാഷ്ട്രീയ പാർട്ടി എന്നോ ജാതിയോ മതമോ ഒന്നും നോക്കിയിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി അങ്ങനെയല്ല. പി സി ജോർജ് പണ്ടും വാവിട്ട വാക്കുകളൊക്കെ പറയുന്നെങ്കിലും എവിടെയും വർഗീയ വിദ്വേഷ പരാമർശങ്ങളോ അല്ലെങ്കിൽ വിഷം ചീറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളോ ഒന്നും അദ്ദേഹം ഒരിക്കലും നടത്തുമായിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ശീലമായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹം അങ്ങനെയല്ല. തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വരുന്നത് ഇത്തരം വിദ്വേഷ വാക്കുകളാണ്, പരാമർശങ്ങളാണ്. അതിൻ്റെ പേരിൽ കേസായി. അദ്ദേഹം കോടതിയിൽ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നു. അവിടെ ചെന്നപ്പോഴേക്കും അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ആകെ അസുഖത്തിൻ്റെ മേൽ അസുഖമാണെന്നൊക്കെ പറഞ്ഞ ഐസിയുവിലൊക്കെ ആയിരുന്നു. വീണ്ടും പുറത്തിറങ്ങി വന്നിട്ടും ഇതേ വർത്തമാനം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇത്തരം വാക്കുകൾക്ക് ലവ് ജിഹാദ് ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നു, കോടതി തന്നെ പറയുന്നു. എന്നിട്ടും പി സി ജോർജ് പറയുന്നു അങ്ങനെയല്ല, ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയുന്നു. അതിന് പിന്തുണയുമായി BJPയും ചില സഭാ നേതാക്കളുമൊക്കെ അതിന് പിന്തുണയുമായി എത്തുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും പി സി ജോർജിൻ്റെ ഈ പ്രസ്താവന അങ്ങനെ അറിയാതെ വന്ന ഒരു പ്രസ്താവനയല്ല, ബോധപൂർവമായ പ്രസ്താവനയാണ് എന്നത് വ്യക്തമാണ്. ആരാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ള വിഷയം കൂടി കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വയലാറിൽ നിന്നും ശശിധരനാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ ശശിധരൻ, ഈ പി സി ജോർജിൻ്റെ വിഷയം കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഒരു 10 ദിവസം മുമ്പും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വന്നു. ഇപ്പോഴും ചർച്ച ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ കേരളത്തിലെ മറ്റ് പാർട്ടി നേതാക്കളെയൊന്നും പോലെയല്ല, വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ അദ്ദേഹം ആവർത്തിക്കുകയാണ്. കോടതി അടക്കം ഇങ്ങനൊരു സംഭവം ഇവിടെ ഇല്ല എന്ന് പറയുമ്പോഴും പി സി ജോർജ് പറയുന്നത് അങ്ങനെയല്ല, അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. ആരായിരിക്കും അദ്ദേഹത്തിന് പിന്നിൽ? നമസ്കാരമുണ്ട്. അദ്ദേഹത്തിന്റെ ശത്രു അദ്ദേഹത്തിന്റെ നാവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നതും ആ നാവ് കൊണ്ടാണ്. പിന്നെ അദ്ദേഹത്തിനൊരു അന്ധമായ ധാരണയുണ്ട്, എന്ത് വിളിച്ചു പറഞ്ഞാലും സംരക്ഷിക്കാൻ ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്ന പ്രസ്ഥാനം കൂടെ ഉണ്ടാകും എന്നൊരു അന്ധമായ വിശ്വാസവും അതിന്റെ കൂട്ടത്തിലുണ്ട്. പക്ഷെ പണ്ട് വാൽമീകിയുടെ ചരിത്രം പറഞ്ഞ പോലെ, വാൽമീകിയുടെ ചരിത്രം അറിയോ കിരണി? വാൽമീകി വലിയൊരു മോഷ്ടാവായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അദ്ദേഹം മോഷ്ടിക്കാൻ പോയി പിടിച്ചുപറിയൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും 2 സന്യാസിമാരെ കൊള്ളയടിച്ചപ്പോ പറഞ്ഞു, താൻ ഈ ചെയ്യുന്നത് എന്തെല്ലാം പാപഫലങ്ങളാണ്, താൻ തന്നെയല്ലേ ഇതിന്റെയൊക്കെ ദുരിതാനുഭവിക്കേണ്ടതെന്ന് വെച്ചപ്പോൾ അതല്ല എന്റെ കുടുംബം എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഒരിക്കലും ഇല്ല, താൻ ചെയ്യുന്ന കർമ്മത്തിന് താൻ തന്നെയായിരിക്കും ഉത്തരവാദി. സംശയം ഉണ്ടെങ്കിൽ താൻ പോയി തന്റെ വീട്ടിൽ ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ തന്റെ ഭാര്യ മക്കളെ ഓടിപ്പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെങ്ങനെയാ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കുന്നേ വേണ്ടു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞവരെ പുള്ളി ചെയ്യുന്നതിന് പുള്ളി തന്നെ അനുഭവിക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു. പക്ഷേ അങ്ങനെ പൂർണ്ണമായും പുള്ളിക്ക് പിന്തുണയുമായി അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പാർട്ടി BJP ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഒരു നിഷ്കളങ്കമായ ഒരു പ്രതികരണമാണെന്ന് പറയാനാകുമോ? ശിക്ഷ കിട്ടുമ്പോ ജോർജിന് മാത്രമേ കിട്ടുള്ളൂ. എന്തായാലും അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. താൻ തന്നെ അനുഭവിക്കേണ്ടി. അങ്ങനെയുള്ള നല്ല പ്രവൃത്തികളും വർത്തമാനങ്ങളും കൊണ്ടാ പിന്നെ കിട്ടിയ പുള്ളിയുടെ വിചാരം, പുള്ളി എന്ത് പറഞ്ഞാലും വളരെ വളരെ ശരിയാണ്. അത് പുള്ളിയുടെ ഒരു ധാരണയുണ്ട്. പുള്ളി പണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പിന്തുണ കിട്ടിയതുകൊണ്ട് ആണ്. അത് ശരിയാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലും പുള്ളി അത് പഠിക്കേണ്ടതായിരുന്നു. കാരണം 3 മുന്നണികളെയും തോൽപ്പിച്ച് 3 മുന്നണികളെയും പരാജയപ്പെടുത്തി വിജയിച്ച ചരിത്രമൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ വിചാരിച്ചു എന്നും ഇത് നിലനിൽക്കുന്ന വിചാരിച്ച, പക്ഷെ അത് വെറുതെയാ. ശരി, ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തും. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ പി സി ജോർജിന്റെ ഈ പരാമർശത്തിന് പിന്നിൽ വ്യക്തമായ മറ്റേതെങ്കിലും അജണ്ട ഉണ്ടോ? നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. നമസ്കാരം സാറേ. പി സി ജോർജ് എന്നൊരു വ്യക്തി ചെയ്ത കാര്യങ്ങള് നമ്മളെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ല ആറുകാണി മുതൽ മുത്തങ്ങ ഒരാൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നല്ല വ്യക്തിയായിരുന്നു, നല്ലൊരു നേതാവായിരുന്നു, ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. പക്ഷേ അദ്ദേഹം അവസാനം രാഷ്ട്രീയം വിട്ട് ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ 3 മുന്നിലും എതിർത്തുകൊണ്ട് അദ്ദേഹം അവിടുത്തെ മുസ്ലിങ്ങളെ വോട്ടും ക്രിസ്ത്യാനി വോട്ടും എല്ലാ വോട്ടും ജയിച്ചൊരു MLA ആയി, ചീഫ് വിപ്പായി എല്ലാം കൊടുത്തു, കോൺഗ്രസിന് എല്ലാം കൊടുത്തു. അവസാനം അവിടെ നിന്ന് ചാടി BJPയിലേക്ക് വന്നു. ഇപ്പോൾ എനിക്കൊരു സംശയമുള്ള കാര്യം, അദ്ദേഹം ആരും പറഞ്ഞു കൊടുക്കുന്നതല്ല, അദ്ദേഹത്തിന്റെ
ശരീര രീതിയും പ്രകൃതവും അങ്ങനെയാണ്. അദ്ദേഹത്തിന് ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കോടതി പോലും പറഞ്ഞിട്ടും അവരെ പാർട്ടി പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും അതിനെ ആവർത്തിച്ച് അത് ഉണ്ടെന്ന് പറയുന്ന ഒരാളിനോട് എന്തോ പറയാമെന്ന് കോടതിക്ക് പോലും ഇപ്പം മനസ്സിലാവുന്നില്ല. ഇപ്പം നിയമം അനുസരിച്ച് ജാമ്യം കിട്ടി വന്നു, ഇപ്പോഴും വീണ്ടും അതേ ചോദ്യം അദ്ദേഹം പറയുന്നു. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, എനിക്ക് വേറെ സമയം തന്നെ എനിക്ക് സംശയിക്കുന്ന കാര്യം, ബി ജെ പിയിലേക്ക് വന്നിട്ട് അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി ഇങ്ങനെ പ്രവർത്തനങ്ങൾ നടത്തി ഈ മുസ്ലിം ലീഗിനെ എന്താ പറയുക, വീണ്ടും വികാരം കൊള്ളിക്കുന്ന സംശയം എനിക്കുണ്ട്. അതായത് ബി ജെ പി നിന്നുകൊണ്ട് അവർക്ക് കോൺഗ്രസിന് എളുപ്പ ജോലി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണോ എനിക്ക് അറിയില്ല. കാരണം ഇത് നിര്യാതനം കഴിക്കുന്ന ഒരാൾ പോലും ഇദ്ദേഹം പറഞ്ഞ കാര്യം അംഗീകരിക്കില്ല. രാഷ്ട്രീയമുണ്ട്, കേരളത്തിൽ രാഷ്ട്രീയമുണ്ട്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്തുനിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ പി സി ജോർജിന്റെ ഇപ്പോഴത്തെ ഈ ആവർത്തിച്ചുള്ള വർഗീയ വിദ്വേഷ പ്രസംഗത്തിന് പിന്നിൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പാർട്ടിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? നമസ്കാരം കിരൺ. നമസ്കാരം കിരണെ, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ട എന്നും പറഞ്ഞ് മത്സരിച്ച് പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് പി സി ജോർജ്. അതിനു മുമ്പ് എല്ലാവരുടെയും വോട്ട് വാങ്ങിച്ച് ജയിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അവിടെ മുതൽ ഇങ്ങോട്ടാണ് ഇദ്ദേഹത്തിന്റെ രക്തത്തിലെ വർഗീയത കലർന്നേക്കുന്നത്. അതായത് ബി ജെ പിയിലോട്ട് പോയതിനു ശേഷം ഇദ്ദേഹം ആകെപ്പാടെ എന്തുവാ പറയേണ്ടതെന്ന് പോലും ബി ജെ പിക്കാരുടെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്ന ഒരു പ്രശ്നമാണ് വർഗീയത. എങ്ങനെയെങ്കിലും വർഗീയത ഉണ്ടാക്കി ഇവിടെ ഒരു ലഹള ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് പി സി ജോർജ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പി സി ജോർജിന്റെ ഒരു തനത് ശൈലിയിൽ അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണോ, അതോ അദ്ദേഹം ബോധപൂർവം അദ്ദേഹത്തിന്റെ പുതിയ പാർട്ടിയിലെത്തിയ ശേഷം ബോധപൂർവം അദ്ദേഹം അത്തരമൊരു വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ ആവർത്തിച്ച് നടത്തുന്നതാണോ? ഇത് അറിയാതെ പറഞ്ഞു പോയത് നല്ല ബോധപൂർവം പറഞ്ഞു തന്നെയാണ്. പിന്നെ ബി ജെ പിക്ക് പോയത് കൊണ്ട് ഒരു പ്രത്യേകതയൊന്നുമില്ല, അയാൾ തന്നെയാണ്. അത് ഈ ജന്മം മാറില്ല. ഈ സമയത്ത് എനിക്ക് ദേവാസുരൻ സിനിമയിൽ മോഹൻലാല് പറഞ്ഞ എന്താ ഓർമ്മ വരുന്നത്, എന്താ വളരെ താൻ ഈ നന്നാവാത്ത എന്ന് പറയുന്നത്. ആ ഈ ജന്മം നന്നാവില്ല. കാരണം ഇത് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാലും ജനങ്ങൾ കൂടിക്കഴിഞ്ഞ് ക്രൗഡിനെ കണ്ടാലും മൈക്ക് കണ്ടാലും ഒരു വിഭ്രാന്തിയാണ് പുള്ളിക്ക്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഒന്നുമില്ല. ഇപ്പോ ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളെ കൂട്ടുക, അവര് പാർട്ടിയെ സന്തോഷിപ്പിക്കുക, അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് പിന്നെ ജനങ്ങളുടെ ഒരു പിന്തുണ ഒരിക്കലും അദ്ദേഹത്തിന് അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ പി സി ജോർജിന്റെ ആവർത്തിച്ചുള്ള ഈ മതവിദ്വേഷ പരാമർശങ്ങൾ അത് മറ്റെന്തെങ്കിലും അജണ്ടയുടെ ഭാഗമാണോ? പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ സാറേ. ജോർജിന്റെ മുന്നിലും പിന്നിലും ജോർജ് മാത്രമേ ഉള്ളൂ, അതിന്റെ പിന്നിൽ ആരും കുത്തുന്നില്ല. പക്ഷെ ബി ജെ പി പിന്തുണയുമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അതെന്തിനാണെന്നറിയാമോ? പുള്ളിയുടെ ഹെറോപ്പിലുള്ള കുറച്ച് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ സഭയിൽ ആരും വോട്ട് കൊടുക്കത്തുമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. വായിൽ വരുന്ന എന്തും വിളിച്ചു പറയും. ഹലോ, ശരി, കേൾക്കാം, താങ്കൾ പറയുന്നത് കേൾക്കാം. എന്തായാലും നമുക്ക് അത് ശീലിച്ചു പോയതാണ്. നാക്കിന്റെ നീളം അല്പം കൂടിപ്പോയി. അത് ശ്രീ ഷാജി, പണ്ടും പി സി ജോർജ് ഇങ്ങനെ വാവിട്ട വാക്കുകളൊക്കെ പറയാറുണ്ട്. പക്ഷേ അദ്ദേഹം പണ്ട് അങ്ങനെ ഒരു മതവിദ്വേഷ പ്രസംഗം അല്ലെങ്കിൽ അത്തരമുള്ള നിരുപദ്രവം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഇത്തരം വിഷം വിച്ചിറ്റുന്ന വർത്തമാനങ്ങൾ അദ്ദേഹത്തിന് പതിവില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ പുതിയ പാർട്ടിയിൽ വന്ന ശേഷമാണ് അദ്ദേഹം ആ തരത്തിലേക്കൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് സംശയിക്കുന്നത്. അത് കോൺഗ്രസിൽ നിന്നും പുറത്തായി, CPM നിന്നും പുറത്തായി, ഇപ്പം ബി ജെ പിയിൽ നിന്നും ആയി. ബി ജെ പിയിൽ നിന്ന് ഉടനെ പുറത്താവും. സുരേന്ദ്രൻ ഇടയ്ക്ക് പറയുകയും ചെയ്തല്ലോ. ഇടയ്ക്ക് പറഞ്ഞു. ഇടയ്ക്ക് ഇപ്പോഴല്ല, ഇതിനു മുമ്പ് പറഞ്ഞതാ, ഒരു സംഭവം പറഞ്ഞതാ. പിന്തുണ നൽകിയിരിക്കുകയാണ് ബി ജെ പി. എന്തായാലും ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. പി സി ജോർജിന്റെ പുറകില് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ കേരളത്തെ ഭ്രാന്താലയാക്കാനുള്ള ശ്രമം കുറെ കാലമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് ജനങ്ങൾ, കേരള പോലെയുള്ള ഒരു നല്ല സംസ്ഥാനം, ഇവിടെയുള്ള ജനങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ഇരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? പി സി ജോർജിന്റെ ഇപ്പോഴത്തെ ഈ മതവിദ്വേഷ പരാമർശങ്ങൾ, ആവർത്തിച്ചുള്ള പരാമർശങ്ങൾ, കേസ് വന്നിട്ടും പിന്നെയും പറയുന്നു. അപ്പോൾ അതിന് പിന്നിൽ ചില അജണ്ടകളൊക്കെ ഉണ്ടോ? കിരൺ, നമസ്കാരം. നമസ്കാരമുണ്ട്. 100% ഹിഡൻ അജണ്ടയുണ്ട്. പി സി ജോർജിനെ പോലെ ഉള്ള ഒരാള്
ഹലോ കിരൺ, കേൾക്കാം, പറഞ്ഞോളൂ ശ്രീ ബിനോയ്. പി സി ജോർജിനെ പോലെ ഒരാള് ഇപ്പൊ നിരന്തരമായിട്ട് ഇപ്പൊ കോടതിയിൽ നിന്ന് ഉപാധികളോടെ ജാമ്യം കൊടുത്തെങ്കിലും വീണ്ടും ആ കോടതിയുടെ ഉപാധികൾ തെറ്റിക്കുന്ന രീതിയിലാണ് പി സി ജോർജ് പറയുന്നത്. രണ്ട്, പി സി ജോർജ് മാത്രമല്ല കിരണെ, ഇപ്പൊ പി സി ജോർജ് ഇത്ര പ്രായമുള്ള ആളാണ്. നേരത്തെ മോഹൻ ഭഗവത് പോലും പി സി ജോർജ് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കില്ല. കാരണം പരിസരവും സ്ഥലവും ഏരിയയും നോക്കിയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് പി സി ജോർജിന്റെ മോൻ, അദ്ദേഹത്തിന്റെ പേര് ഷോം ജോർജ്, ഇന്ന് പറയുകയാണ് ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്നെങ്കിൽ അന്വേഷണ കമ്മീഷനുകൾ പലരും ഇവിടുത്തെ സർക്കാരിന്റെ എല്ലാ അങ്ങനെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇന്ത്യയിലും കേരളത്തിലുമില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഞാനൊരു പൊതുപ്രവർത്തകനാണ് കിരൺ. ഇവിടെ ലവ് ജിഹാദ് ഇല്ല. എന്റെ അറിവിൽ ഞാൻ പറയാം, ഇവിടെ പരസ്പരം യുവാക്കളും യുവതികളും തമ്മിൽ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാറുണ്ട്. അതെല്ലാ സമുദായത്തിലുണ്ട്. ക്രിസ്ത്യൻ സമുദായമുണ്ട്, മുസ്ലിം സമുദായമുണ്ട്, ഹൈന്ദവ സമുദായമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരിക്കലും ലവ് ജിഹാദ് ഈ നാട്ടിലില്ല. അപ്പോൾ പി സി ജോർജിനൊക്കെയായി വിഷം ചീറ്റുന്ന പാമ്പായി മാറുകയാണ് അദ്ദേഹത്തിന്റെ മകൻ ഷോം. അപ്പൊ ഞാൻ അദ്ദേഹത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ്, ലവ് ജിഹാദ് ഇവിടെ ഇല്ല. പരസ്പരം യുവാക്കളും തമ്മിൽ ഇഷ്ടപ്പെട്ട അവരൊന്നും ഒരു ജാതിയിലും അല്ല. സന്തോഷാണ് കാസർഗോഡ് ചെറുവത്തൂരിൽ നിന്നാണ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കോടതി അടക്കം കേന്ദ്ര സർക്കാർ അടക്കമില്ല എന്ന് പറയുന്ന ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും അതിനെ ഒരു പേര് ഒരു മതത്തിൽപ്പെട്ടവരെ ആക്ഷേപിക്കാൻ വേണ്ടിയുള്ള ഈ ശ്രമത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കോടതി ഈ ഇപ്പം ജാമ്യം കൊടുത്തപ്പോൾ പല ഉപാധികളും വെച്ചിട്ടാണ് പി സി ജോർജിന് ജാമ്യം കൊടുത്തത്. അപ്പൊ കോടതിയെ പോലും പി സി ജോർജിന് പേടിയില്ല എന്നുള്ളതാണ്. ഈ പല കമ്മീഷനും വെച്ചിട്ട് ലവ് ജിഹാദ് എന്നൊരു കാര്യം കേരളത്തിലില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെന്ന് വെച്ചാല് മതം നോക്കിയിട്ടല്ല സ്നേഹിക്കുന്നത്. ആരും സ്നേഹിക്കുന്നത് ഇപ്പൊ മതം നോക്കിയിട്ടല്ല. നേരത്തെയൊക്കെ ആയിരിക്കാം, നേരത്തെയൊക്കെ മതത്തിന്റെ പേരിലൊക്കെ ഉണ്ടാവും സ്നേഹിക്കുകയൊക്കെ ചെയ്യുമായിരിക്കാം. പക്ഷെ ഇപ്പൊ അതല്ല. മതം നോക്കിയല്ല സ്നേഹിക്കുന്നത്. പക്ഷെ നേരത്തെയൊക്കെ ചിലപ്പോൾ ഈ മതത്തിന്റെ കെട്ടുപാട് പൊട്ടിച്ച് കല്യാണം കഴിക്കാനൊക്കെ ഉള്ള പ്രയാസം കൊണ്ട് ചിലരൊക്കെ ചിലപ്പോൾ അവസാനം അത് ഒഴിവായി ഒക്കെ പോകുമായിരിക്കും. ചിലരൊക്കെ അങ്ങനെ കല്യാണം കഴിച്ചിട്ടുമുണ്ട്. ഇപ്പൊ മതം വേറെയാണ് എന്ന് കരുതി പുതിയ കാലത്തെ കുട്ടികൾ അതുകൊണ്ട് വിവാഹം കഴിക്കാതൊന്നും ഇരിക്കില്ല. അവരങ്ങ് വിവാഹം കഴിക്കും. ഞാൻ തന്നെ പറയാം സാറേ, ഞാൻ തന്നെ ഒരു കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് വേറൊരു മതത്തിലാണ്. ഞാൻ തന്നെ ഒരു കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, അത് വേറൊരു മതത്തിലാണ്. വിവാഹം കഴിച്ചു. ഞാൻ ഒരു ആക്സിഡന്റ്, വലിയ ചരിത്രമുണ്ട് സാറേ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരു സിനിമയാക്കേണ്ട നമുക്ക് സിനിമയാക്കാം. സിനിമയാക്കേണ്ട ഇതാണ്. കാരണം കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ വിളിച്ചപ്പോ നമ്മളെ ആത്മഹത്യയെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു 15 വർഷമായിട്ട് ഒരു ആക്സിഡന്റിൽ പെട്ട് കിടക്കുന്ന ഒരാളാണ്. ഞാൻ ആത്മഹത്യ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അങ്ങനെ ഒരിടത്ത് തന്നെ കിടപ്പാണോ? അങ്ങനെ കിടപ്പല്ല, ഞാൻ കിടപ്പിലല്ല, ബ്ലൈൻഡ് ആണ്. ശരി. ബ്ലൈൻഡ് ആണ്. ഞാൻ ഡ്രൈവറായിരുന്നു, നാഷണൽ പെർമിറ്റ് ഡ്രൈവറായിരുന്നു. ഇന്ത്യ മൊത്തം ഓടിയ ഒരു വ്യക്തിയാണ്. ആത്മഹത്യയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാണ്. പക്ഷെ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ട് BSc നേഴ്സ് പഠിപ്പിച്ച് അതിനെ വിദേശത്ത് കയറ്റി വിട്ട് ലാസ്റ്റ് എനിക്ക് ആക്സിഡന്റ് വന്നപ്പോൾ എന്നെ തേച്ചിട്ട് പോയതാണ്. ഒന്നും കുഴപ്പമില്ല ശ്രീ സന്തോഷ്. നമുക്ക് എന്തായാലും ജീവിതത്തെ കരുത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാം. നമ്മുടെ മുന്നിൽ പ്രകാശം വരും. കഥയാക്കേണ്ട ഒരാളാണ്. അപ്പൊ ഞാൻ ഇതിൽ പറയുന്നത് വെച്ചാല് ഈ പി സി ജോർജ് അവിടെ നിന്ന് ജയിച്ച ഒരു വ്യക്തിയാണ്. 3 മുന്നണികളെയും തോൽപ്പിച്ച് ജയിച്ച ഒരു വ്യക്തിയാണ്. ആ വ്യക്തി തോറ്റു കഴിഞ്ഞപ്പോൾ ആകെ കാലിളകി. പിന്നെ രണ്ടാമത്, ഇതിനു മുമ്പേ തന്നെ നമ്മളെ അച്ഛന്മാര് പറഞ്ഞിട്ടുണ്ട് ലവ് ജിഹാദ് ഉണ്ട്. അപ്പൊ ഇനി ഇപ്പൊ ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രത്തിലാണ് നിൽക്കുന്നത്. കാരണം BJPക്ക് ഇപ്പോൾ കുറച്ചൊരു വോട്ട് കിട്ടിയിട്ടുണ്ട്, തൃശ്ശൂരൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ സന്തോഷിന്റെ നിഗമനം പൊളിറ്റിക്കലി എല്ലാവരും പറയുന്ന ഒരു പ്രത്യേകിച്ച് ആഴമുള്ള ഒരു നിഗമനം കൂടിയാണ് ശ്രീ സന്തോഷ് പറഞ്ഞത്. എന്തായാലും സന്തോഷ്, താങ്കൾ ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക. നമുക്ക് പുതിയ പ്രകാശത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. മനുഷ്യരാശി തന്നെ അങ്ങനെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. എല്ലാ എതിർപ്പുകളെയും നേരിട്ട് തന്നെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. ശ്രീ ഷമീമാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ ഷമീം, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ പി സി ജോർജ് ആവർത്തിച്ച് ഈ ലവ് ജിഹാദ് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ അതിനെ ചില പിന്തുണയുമായി BJPക്കാരും ചില സഭാ നേതാക്കളും ഒക്കെ ഉണ്ട്. ഇത് ഒരു ലാർജർ അജണ്ടയുടെ ഭാഗമാണോ? സാറേ, അത് എനിക്ക് അതിനെപ്പറ്റി പറയാനേ, എനിക്ക് ആ പി സി ജോർജ് ആരാണെന്ന് നമുക്കറിയാം. അത് പല ഘട്ടത്തിൽ വെളിപ്പെടുത്തിയത് കൂടിയാണ്. അതല്ല, അതിനേക്കാൾ പ്രധാനം പുള്ളിയിരുന്ന വേദിയിൽ കുറെ മതപണ്ഡിതന്മാരുണ്ടായിരുന്നു. അവർക്കെങ്കിലും തിരുത്താമായിരുന്നല്ലോ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
അതൊരു പ്രധാനപ്പെട്ടതാണ്. പി സി ജോർജൊക്കെ ഇത് പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്നവർ, അങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് തിരുത്താനുള്ള ഉത്തരവാദിത്തമുണ്ട്. അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പാപത്തിൽ അവർ കൂടി ഉത്തരവാദികളാണ്, അല്ലെങ്കിൽ ഈ വൃത്തികേടിന് അവർ കൂടി ഉത്തരവാദികളാണ് എന്ന് പറയേണ്ടി വരും സ്വാഭാവികമായി. അതെ അതെ, അതാണ് എന്നെ ഏറ്റവും ഭീതിപ്പെടുത്തിയ, എന്നെ ഉത്കണ്ഠപ്പെടുത്തിയ ഒരു അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. പലപ്പോഴും ഇങ്ങനെയാണ് സമൂഹത്തിൽ, ഇതിപ്പോൾ ഞാനല്ലല്ലോ എന്താണെന്ന് മറ്റൊരാൾ അതിന്റെ ഏകദേശം വൃത്തികേട് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ കേരളത്തിൽ കേട്ടോണ്ടിരുന്നോളാം എന്ന് മട്ടിൽ പ്രതികരിക്കാതിരുന്ന അതിനെല്ലാം മൂളിക്കൊടുക്കുന്ന ആളുകൾ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത്തരം മാന്യന്മാരൊക്കെ ഇത്തരം നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കൂടി കേൾക്കണം എന്നുകൂടിയാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രീ ഷാജിയാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും. ശ്രീ ഷാജി, ലവ് ജിഹാദ് ഇല്ല എന്ന് സുപ്രീം കോടതി അടക്കം പറഞ്ഞിട്ടും പറ്റില്ല, ലവ് ജിഹാദ് ഉണ്ട് എന്ന് സ്ഥാപിച്ച് സമൂഹത്തിൽ വർഗീയ വിദ്വേഷം പരത്താൻ വേണ്ടിയുള്ള പി സി ജോർജിന്റെ ഈ ശ്രമത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ? ഉണ്ട് സാറേ. പുള്ളി ഈ കഴിഞ്ഞ 6 മാസമായിട്ട് കേരള രാഷ്ട്രീയ ചിത്രത്തിലേ ഇല്ല. അതിന്റെ ഒരു വിഷമം, ഫ്രസ്ട്രേഷനാണ് ഇപ്പൊ ഈ തീർക്കുന്നതെന്ന് പറയുന്നത്. അതില് കോടതിയിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾ നമ്മൾക്ക് അക്സെപ്റ്റബിൾ അല്ല യഥാർത്ഥത്തില്. കാരണം കോടതി കുറച്ചുകൂടി ഗൗരവമായിട്ട് കേസുകളെ പരിഗണിച്ചിരുന്നെങ്കിൽ ഈ രണ്ടാമത് ഈ ഒരു ചർച്ച ഇവിടെ വരില്ലായിരുന്നു. കാരണം പുള്ളി കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരിടത്തും ഇപ്പം പുള്ളിയെ പ്രതിപാദിക്കുന്നില്ല. പുള്ളിയുടെ പേര് പോലും ഒരു പത്രത്തിലാവട്ടെ ഒരു ചാനലിലാവട്ടെ വരുന്നില്ല. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഏതെങ്കിലും രാത്രി നമ്മുടെ ഡിബേറ്റ് നടക്കുമ്പോൾ ഒരു പി സി ജോർജ് ആ ചാനലിൽ ഉണ്ടാവുമായിരുന്നു. ഒരു ചാനലിന്റെ ഏതെങ്കിലും ഒരു ചാനലിൽ ഒരു ദിവസം നമ്മൾ പി സി ജോർജിനെ കാണുമായിരുന്നു. ഈ വർഗീയവാദികളുമായിട്ട് കൂട്ടുകൂടിയതിനു ശേഷം പുള്ളിയുടെ ഒരു പേര് പോലും പത്രത്തിൽ എഴുതി വരാത്ത സ്ഥിതിക്ക് പുള്ളി ഫേമസ് ആവാൻ വേണ്ടിയിട്ട്, കാരണം ഇനി രാഷ്ട്രീയത്തിൽ പുള്ളി ഫേമസ് ആവില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി പറഞ്ഞ് മാത്രമേ പുള്ളിക്ക് ഇനി യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. കുഞ്ഞുമോൻ വി കെ ഡി പറയുന്നു, പി സി ഭ്രാന്തിന്റെ ലക്ഷണത്തിലേക്ക്. അങ്ങനെ പറയുന്നത് മോശം, വ്യക്തിപരമായി ആക്ഷേപിക്കേണ്ടതില്ല. എന്നാലും അത്തരം അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ തരത്തിലേക്ക് ആണെന്നായിരിക്കും താങ്കൾ ഉദ്ദേശിച്ചെന്ന് കരുതുന്നു. ബോധപൂർവമായാലും അല്ലാതെയാണെങ്കിലും വിദ്വേഷ പരാമർശങ്ങൾ പറയാൻ പാടില്ല. അത് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അന്വേഷിക്കണം. ലവ് ജിഹാദ് ഇല്ല എന്ന് കോടതിയും കേന്ദ്ര സർക്കാരും പറയുന്നു എന്ന് സുനിമോൾ പറയുന്നു. വർഗീയത പടർത്താൻ പാടില്ല എന്നും സുനിമോൾ ആവർത്തിച്ചു പറയുന്നു. മണി വി പറയുന്നു, മുസ്ലിം വിരുദ്ധതയും വർഗീയതയും സ്ഥാനമാനങ്ങൾ നേടിത്തരുമെന്ന മിഥ്യാധാരണയാണ് അപ്പനെയും മോനെയും നയിക്കുന്നത് എന്ന് മണി വി പറയുന്നു. കെ പി അതോടൊപ്പം തന്നെ ശ്രീ ജിജോ വർഗീസ് പറയുന്നു, ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാകില്ല എന്ന്. ലവ് ജിഹാദ് കുറച്ചുകൂടി വൃത്തിയായി മലയാളം എഴുതൂ ശ്രീ ജിജോ വർഗീസ്. അങ്ങനെ ഇല്ല എന്ന് പറയുന്നത് കൃത്യമായി തന്നെ ഈ നാട്ടിലെ അന്വേഷണ ഏജൻസികൾ ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഏതോ ഒരു വർഗീയ ഭ്രാന്തൻ ഉണ്ടാക്കിയ പ്രയോഗമാണത്. അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിലെ ആളുകൾ വേറെ ഏതെങ്കിലും സ്ത്രീകളെ പ്രേമിച്ച് കല്യാണം കഴിച്ചുകൊണ്ടുപോയി മതം മാറ്റി ചെയ്യുന്ന ആ പറഞ്ഞ വൃത്തികേടുകളൊന്നും ഇന്ത്യയിൽ കേരളത്തിൽ നടക്കുന്നില്ല എന്ന് കൃത്യമായി തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. ജിജോയ്ക്ക് ഇതൊന്നും അറിയാതെ പിന്നോഴും ഇപ്പോഴും അത് സമ്മതിച്ചു തരാൻ ജിജോയ്ക്ക് എന്താണ് ഇത്ര പ്രയാസം എന്ന് മനസ്സിലാവുന്നില്ല ശ്രീ ജിജോ വർഗീസ്. വി സി തോമസ് പറയുന്നു, പി സി ജോർജ് വിടുവായാലും പേടിത്തൊണ്ടൻ, അതുകൊണ്ടാണ് തോക്കും കൊണ്ട് നടക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ BP കൂടി വേരിയേഷൻ ഉണ്ടായി മുള്ളുകയും ചെയ്തു എന്നൊക്കെ പറയുന്നു. എന്തായാലും പി സി ജോർജ് വലിയ ധൈര്യവാനാണെന്നൊക്കെയാണ് നമ്മൾ ധരിച്ചത്. പക്ഷേ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് കണ്ടപ്പോഴേക്കും എന്തായാലും അദ്ദേഹം BP ഒക്കെ കൂടി അവസാനം ICUവിലാവുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ഈ നാക്കിനുള്ള ധൈര്യം ഉള്ളിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല. അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. LDFും UDFും ഉള്ളിടത്തോളം കാലം ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് വെറും വോട്ട് രാഷ്ട്രീയമാണ് എന്ന് നന്ദകുമാർ P പറയുന്നു. മോഹനൻ ES പറയുന്നു, നമ്മൾ കണ്ണടച്ചാൽ മറ്റുള്ളവർക്ക് ഇരുട്ടാകില്ലല്ലോ എന്ന് പറയുന്നു. എന്താണ് ശ്രീ മോഹൻ ES ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായില്ല ശ്രീ മോഹനൻ. ഹി ഹോൾ ബിഹൈൻഡ് ബാർ സിൻസ് ഹി നെഗ്ലക്റ്റഡ് കോർട്ട് ഓർഡേഴ്സ് എന്ന് പറയുന്നു. അത് ഋത്വി ക്രിയേഷൻസ് പ്രസൻസ് ആണ് പറയുന്നത്. മറ്റേത് ലവ് ജിഹാദ് ഇല്ലേ, ഈ കഴിഞ്ഞ വീക്കിലല്ലേ എന്താ നോർത്ത് ഇന്ത്യയിലേക്ക് വന്ന് നിക്കാഹ് കഴിച്ചത്? അത് ഹെസിൻബർഗ് എന്നൊക്കെ പറയാം. ഈ ഹെസിൻബർഗ് എന്നൊക്കെ പറയുന്ന ആള് എന്തായാലും അയാളുടെ പേര് ഒന്നും ആണെന്ന് തോന്നുന്നില്ല. ഏതോ ഭൂലോക പേടിത്തൊണ്ടനായ ഏതോ മനുഷ്യൻ മറ്റേതോ ആളുകളുടെയൊക്കെ പേരിൽ വന്ന് നിന്ന് ഇങ്ങനെ വർഗീയതയെക്കുറിച്ച് അദ്ദേഹത്തിന് മറ്റ് ജാർഖണ്ഡിൽ നിന്ന് ഒരു രണ്ട് ചെറുപ്പക്കാർ, 2 മതത്തിൽപ്പെട്ട ചെറുപ്പക്കാർ അവിടെ വലിയ പ്രശ്നമൊക്കെ ആയപ്പോൾ അവർ കേരളത്തിൽ വന്നു, രക്ഷ തേടി കേരളത്തിൽ വന്നത്. കേരളത്തിൽ 2 മതക്കാർ തമ്മിൽ കല്യാണം കഴിച്ചാൽ ഏതെങ്കിലും ലോകം ഇടിഞ്ഞു വീഴില്ല എന്ന് ചിന്തിക്കാൻ കഴിയുന്നവരും അതിനൊപ്പം നിൽക്കാൻ കഴിയുന്ന ഉന്നതമായ മാനവിക മൂല്യമുള്ള മനുഷ്യരുമാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ജാർഖണ്ഡിൽ നിന്ന് ആളുകൾ ജീവനും കൊണ്ട് കേരളത്തിൽ വന്ന് സുരക്ഷിതമായി അഭയസ്ഥാനമായി
പ്രശ്നമായി കാണുന്നത്? അത് ശ്രീ ഹെസിൻബർഗ് എന്ന് പറയുന്ന ഒറിജിനൽ പേര് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഒറിജിനൽ അച്ഛനും അമ്മയൊക്കെ ഇട്ട പേരല്ലേ, ആ പേരിൽ തന്നെ അഭിപ്രായം എഴുതുന്നതല്ലേ ശ്രീ? എന്തായാലും ആ വ്യാജ പേരുകാര എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ശ്രീമതി ജയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീമതി ജയ, ഈ പി സി ജോർജ് ഇങ്ങനെ ആവർത്തിച്ച് ചില കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെയെല്ലാം ഒരു വർഗീയ വിദ്വേഷം പരത്താനുള്ള ശ്രമം നടത്തുന്നു. അതിനെ പിന്തുണയ്ക്കാൻ BJPയും ചില സഭയുടെ പ്രതിനിധികളുമൊക്കെ വരികയും ചെയ്യുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം. പി സി ജോർജിന് പിന്നിലും ഇല്ല മുന്നിലും ഇല്ല ആരും ഇല്ല. അദ്ദേഹത്തിന് കുറച്ച് ആളും ബഹളവും ഒക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്നത് അങ്ങ് വിളിച്ചു പറയുന്നതേ ഉള്ളൂ, അല്ലാതെ ഒന്ന് മനസ്സിൽ വെച്ചോണ്ട് പറയുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയാൻ പറ്റുമോ? കോടതിയിലായി കേസായി ഇത്രയും ഒരാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാ മനുഷ്യർക്കും അറിയാമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പൊ 2 പ്രാവശ്യം അദ്ദേഹം ജാമ്യം എടുത്ത് നിൽക്കുകയാണ്. അപ്പൊ മൂന്നാമതും അത് ആവർത്തിക്കുമ്പം പുള്ളിയുടെ മനസ്സിലൊന്നും ഇല്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു കേസിന് പോയി നമുക്കൊരു ശിക്ഷ കിട്ടുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം അത് ഉണ്ടാവാതിരിക്കാനല്ലേ ശ്രമിക്കുള്ളൂ. അപ്പം പുള്ളി പറയുന്നതിന് പിന്നിലും ആരുമില്ല മുന്നിലും ആരുമില്ല. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് നല്ല മലയാള ഭാഷയിൽ പറഞ്ഞാല് അദ്ദേഹത്തിന് ഓർമ്മപ്പെശകോ മറ്റു എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ആയിരിക്കണം. ഓർമ്മപ്പെശകാണെന്ന് പറയേണ്ടി വരും. ഈ ചില കാര്യങ്ങൾ മാത്രം അദ്ദേഹം ഇങ്ങനെ ഓർത്ത് ബോധപൂർവം അത് വർഗീയ പരാമർശങ്ങൾ, ഏതെങ്കിലും ഒരു മതത്തിനെ മാത്രം ലക്ഷ്യമിട്ടുള്ള പരാമർശങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് അത്ര നിഷ്കളങ്കമാണെന്ന് പറയാൻ കഴിയുമോ നമുക്ക്? പറയത്തില്ല. 70 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ, പ്രായത്തിന്റെ ഒക്കെ കൊണ്ടായിരിക്കും. പിന്നെ ഇനി അടുത്ത പ്രാവശ്യം ജാമ്യം കൊടുക്കരുത്, പിടിച്ചകത്തിടണം. അതാണ് എന്റെ അഭിപ്രായം. എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ തിലകനാണ് തൃപ്പൂണിത്തറയിൽ നിന്ന്. ശ്രീ തിലകൻ, താങ്കൾ എങ്ങനെയാണ് ഈ പി സി ജോർജിന്റെ ആവർത്തിച്ചുള്ള ഈ വർഗീയ വിദ്വേഷ പരാമർശങ്ങളെ കാണുന്നത്? ചായ കുടിച്ചാ വൈകുന്നേരം? കുടിച്ചല്ലോ, പറഞ്ഞോളൂ. സാറേ, ഇതിപ്പോ നമ്മളിപ്പോ 1-2 വട്ടം സംസാരിച്ചതാണ് ഈ വിഷയം. ഇന്നിപ്പോൾ പുതിയത് വീണ്ടും കഴിഞ്ഞ ദിവസം വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ കോടതിയിൽ പോയി അദ്ദേഹത്തിന് അവിടെ വലിയ അസുഖമാണ്. ഇപ്പോൾ കോടതിയിൽ ജയിലിൽ കടന്നു കഴിഞ്ഞാൽ താൻ മരിച്ചു പോകുന്ന കണ്ട് അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുവന്നു, അവിടുന്ന് ICUയിൽ കടത്തുന്നു. ആകെ വലിയ പ്രശ്നമൊക്കെ ആയിട്ട് വന്നതാണ്. പക്ഷെ പുറത്തിറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ധൈര്യമായി. അതെ, എന്നെ തല്ലണ്ടമ്മാവാ, ഞാൻ നന്നാവില്ലെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ജയാമ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞത്, ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ കേരളത്തിന്റെ ഒരു ശാപമായി മാറുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറഞ്ഞ ലവ് ജിഹാദ് ഇല്ല എന്ന്. കോടതിയാണ് നമ്മുടെ അവസാന വാക്ക്. കോടതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നെയുണ്ട്. സാറ് പറഞ്ഞ പോലെ ഒരുപാട് സർവേ ഒക്കെ നടത്തിയതിന് ശേഷമാണല്ലോ കോടതി പറയുന്നത്. അപ്പൊ കോടതിയെ ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല. എവിടെയെങ്കിലും ഒന്ന് വിധേയപ്പെടേണ്ടത് ആവശ്യം. ഇദ്ദേഹം ആർക്കും വിധേയപ്പെടുന്നില്ല. പണ്ടൊരു ബിഷപ്പ് ഇവിടെ വന്ന് തോന്നിയവാസം കാണിച്ചിട്ട് ആ കന്യാസ്ത്രീയമ്മമാരോട് ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്, ഇല്ലേ സാറേ? മോശപ്പെട്ട അഭിപ്രായമാണ് പറഞ്ഞത്. വളരെ മോശപ്പെട്ട അഭിപ്രായമാണ്. ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ ഇയാള് ക്രിസ്ത്യാനിയല്ലേ? ആ ക്രിസ്തു പറഞ്ഞ ഈ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട്, പിശാചും നുണയനും നുണയന്റെ അപ്പനുമാണെന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും നുണയന്റെ അപ്പന്റെ സൃഷ്ടിയാണോ മിസ്റ്റർ പി സി ജോർജ് എന്ന് ഞാൻ ചോദിക്കുക. ക്രിസ്ത്യാനിക്ക് അപമാനം. താനിത് നിർത്തണം. ഞാനൊരു പെലേനാണ്, യേശുവിൽ വിശ്വസിക്കുന്ന പെലേനാണ്. മിസ്റ്റർ പി സി, താനിത് നിർത്തണം. താൻ ക്രിസ്ത്യാനിക്കും തന്റെ വീടിനും ഒരു ശാപമാണ്. ഇത് അദ്ദേഹം കേൾക്കട്ടെ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ തിലകനാണ് തൃപ്പൂണിത്തറയിൽ നിന്നും പറഞ്ഞത്. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് ഈ പി സി ജോർജിൻ്റെ ആവർത്തിച്ചുള്ള വർഗീയ വിദ്വേഷ പരാമർശം, അതിനെ പിന്തുണച്ചുകൊണ്ട് BJPയും ഒക്കെ വരുന്നു, ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ള മട്ടിലൊക്കെയുള്ള ചില പ്രസ്താവനകളുമായിട്ട്, എന്താണ് ഇതിന് പിന്നിലെ അജണ്ട? മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര കാലമായി? എന്ത് പറ്റി? അല്ല, ഞാൻ ചോദിക്കാം, ഈ പി സി ജോർജിന് എന്ന് പോലെ പ്ലാപ്പള്ളി ചെറിയാച്ചന്റെ മോൻ പി സി ജോർജിന് എത്ര കാലമായിട്ട് അറിയാം? എനിക്ക് പി സി ജോർജിനെ ഒരു 15-20 വർഷമായിട്ട് അറിയാം. അത്രേ ഉള്ളൂ അല്ലേ? പറയില്ല. അപ്പൊ ഞാനൊക്കെ CPM-ലുള്ള കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽപ്പെട്ടാണ്. ഈ കാഞ്ഞിരപ്പള്ളിയും പേട്ടയിലും ഒരു CPM-ൽ ഉണ്ടായിരുന്ന CPM-കാരനാണ്. ഞാൻ DYFI കൂടെ കയറി വന്ന് CPM ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ പറയുന്ന കേൾക്കണം. ഏത് വർഷമാണ് അത് വിട്ട് പോയത്? ഇപ്പം 6 വർഷമായുള്ളൂ. 6 വർഷം. ശബരിമല പ്രശ്നത്തോടു കൂടിയ പോയത് ഉള്ള കാര്യമൊക്കെ ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് ഈ ഈരാറ്റുപേളിലും കാഞ്ഞിരപ്പള്ളിലൊന്നും ഈ ചുമല കൊടി എന്ന് പറയുന്ന സാധനം കുത്താൻ സമ്മതിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇരന്ന് അറിയത്തില്ലെങ്കിൽ എന്നോട് അന്വേഷിച്ച് നോക്കണം. ആ സമയത്ത് ഈ പി സി ജോർജിന് എന്ന് പറഞ്ഞാൽ പി സി ജോർജിനെ ഗുണ്ടയാക്കിയത് BJP ഒന്നുമല്ല. BJP ഒക്കെ ഇന്നലെ വന്ന പാർട്ടി. BJP ഒന്നുമല്ല ഗുണ്ടയാക്കിയത്. ഗുണ്ടയാക്കിയത് CPM-കാർ തന്നെ.
അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നവരാകില്ല. ഈ കൊടി പോലും ഈ കാഞ്ഞിരപ്പള്ളിയിലും ഈരാറ്റുപേട്ടയിലൊന്നും കുത്താൻ സമയമില്ല. കുത്താൻ വന്നിട്ട് കൈവെട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്താണ് ഈ പി സി ജോർജിന്റെ പ്ലാത്തോട്ടം ചെറിയാച്ചന്റെ പി സി ജോർജിനെ കൊണ്ടായിട്ട് ഭയങ്കര ഫാമിലി, ആനയൊക്കെയുള്ള ഫാമിലിയാണ്. ഈ പുള്ളിയെ കൊണ്ടുവന്നിട്ട് ഈ പുള്ളിയാണ് ഞങ്ങളുടെ ഗുണ്ടയായിട്ട് വന്നത്. ഈ പുള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പി സി ജോർജ് വന്നത്. അപ്പൊ അങ്ങനെ വന്ന് ഈ സി പി എമ്മിൽ നിൽക്കുമ്പോൾ തന്നെ നിന്നിട്ടില്ല അദ്ദേഹം. പിന്നെ കേരള കോൺഗ്രസ് എമ്മിലും കേരള കോൺഗ്രസ് ജയിലും ഒക്കെ അല്ല, സ്വതന്ത്രമായിട്ട് നിന്ന് മത്സരിച്ച് സി പി എം എൽ ഡി പി വന്നായിരുന്നല്ലോ. സി പി എമ്മിലല്ല, എൽ ഡി പി വന്നായിരുന്നു. സി പി എമ്മിലല്ലായിരുന്നു, അത് കേരള കോൺഗ്രസ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. സി പി എമ്മുകാരനായിട്ട് അങ്ങനെ പറഞ്ഞു പോയത് അറിയാതെ. ഇത് പറയുന്നത് കേൾക്കണം. എന്നിട്ടേ അപ്പൊ ഈ പുള്ളിയെ ഈ ഈഴവ സമൂഹത്തിനെ ഗുരുദേവനെ അടച്ചാക്ഷേപിച്ച ഒരു കാലം അറിയാവോ? ഓർക്കുന്നുണ്ടോ? അറിയാം. ഈ പി സി ജോർജ് അറിയാം, ഞാനതാ പറഞ്ഞത്. മുമ്പ് പി സി ജോർജ് അങ്ങനെ ആയിരുന്നില്ല. പി സി ജോർജ് ഇത്തരം വൃത്തികേടുകൾ പറയാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ടാണ് അദ്ദേഹം ഈ ആവർത്തിച്ച് പറയുന്നത്. ബി ജെ പി പുറകിലുണ്ട്, ബി ജെ പിയുടെ വന്നപ്പോഴാണ്, ബി ജെ പി പുറകിലുണ്ട്, ബി ജെ പി വന്നപ്പോഴാണ്. തെറ്റാണ്, അങ്ങനെയല്ല. ബി ജെ പി വന്നപ്പോഴൊന്നുമില്ല, ഈ അടുത്ത കാലത്തൊന്നുമില്ല. ഈ പുള്ളി പറയാത്ത ഒരു മതത്തെയോ ഒരു സമൂഹത്തെയോ ഒരു ആളെ ഇല്ല ഈ പുള്ളി പറയാത്ത. ഞാനത് ശരി രവീന്ദ്രൻ സംഭവിച്ചു. അദ്ദേഹം മുമ്പും, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, മുമ്പും അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇങ്ങനെ ആവർത്തിച്ച് മതവിദ്വേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്താണ്. അതിനെ ഇപ്പോൾ ബി ജെ പി പിന്തുണയ്ക്കുകയാണ്. മുമ്പ് പി സി ജോർജ് പറഞ്ഞ വൃത്തികേടുകളൊന്നും കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടി പിന്തുണച്ചിട്ടില്ല. എന്റെ പൊന്നെ, അതാ ഞാൻ പറഞ്ഞ കിരൺ അറിയത്തില്ല. ഈ പുള്ളി പണ്ട് പോലും പറഞ്ഞ വാക്കുകളൊക്കെ കേൾക്കുവാണെങ്കിൽ ആരും കൊള്ളാവുന്ന പാർട്ടികളാരും കേരളത്തിൽ പിന്തുണച്ചിട്ടില്ല. പി സി ജോർജ് പറഞ്ഞത് ശരിയാണെന്ന് സി പി എമ്മോ സി പി ഐയോ കോൺഗ്രസോ ഒന്നും പറഞ്ഞിട്ടില്ല. എൽ ഡി എഫ് നിൽക്കുമ്പോഴാണ് ഈഴവ സമൂഹം. ഞാനത് പറയണോ? വ്യക്തമായിട്ട് പറയണോ? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ശ്രീ രവീന്ദ്രൻ, ഞാൻ പറഞ്ഞു പി സി ജോർജ് വാവിട്ട വാക്കുകൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ അദ്ദേഹം പറയുന്നതിനൊക്കെ കൂടുതൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ചില വാക്കുകൾ കൈവിട്ട് പോയതാണ് എന്ന് കരുതി ആളുകൾ ക്ഷമിക്കുകയും, പക്ഷെ അപ്പോഴും ഒരു പാർട്ടിയും അതിനെ ഓൺ ചെയ്തിരുന്നില്ല. ഇപ്പോഴാണ് ഒരു പാർട്ടി ഓൺ ചെയ്യുന്നത്. ഈ പുള്ളി കാണിക്കുന്ന തെമ്മാടിത്തിന് ഞങ്ങൾ ഈ കാഞ്ഞിരപ്പള്ളി നിയമമണ്ഡലത്തിലുള്ള സി പി എമ്മുകാരും ഞങ്ങളെല്ലാം ഒറ്റയ്ക്ക് കട്ടയ്ക്ക് നിന്നിട്ടുള്ള അതായിരിക്കും. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ഒരു കാലത്ത് അദ്ദേഹം അങ്ങനെ കട്ടയ്ക്ക് നിന്നതുകൊണ്ട് ഇപ്പൊ പറയുന്നതെല്ലാം പുള്ളി പറയുന്നതെല്ലാം ശരിയാണെന്ന് പറയാൻ പറ്റുമോ? അല്ലല്ല, ശരിയല്ല. പുള്ളി പറയുന്നത് തെറ്റാ. പുള്ളി പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. ഒരു ബി ജെ പിക്കാരും അംഗീകരിക്കില്ല, ആരും അംഗീകരിക്കില്ല. അതിന് പിന്തുണയുമായി രംഗത്ത് വന്നു. ലവ് ജിഹാദ് വരാൻ പാടില്ല. ഈ പുള്ളിയെ പോലുള്ളവർക്ക് വരാൻ പാടില്ല. ഇപ്പൊ നാളെ എം എം മണി ബി ജെ പി വന്നെന്ന് കൂട്ടിക്കുക. ബി ജെ പി വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരം നിർത്തിക്കണം. പഴയത് എന്തായാലും ശ്രീ രവീന്ദ്രൻ എം എം മണിയെ പോലെ ഒരു നേതാവിനെയൊക്കെ ഇങ്ങനെ ആക്ഷേപിക്കരുത്. അദ്ദേഹത്തെ വേറെ എന്തെങ്കിലും രണ്ട് തെറി പറഞ്ഞാൽ പോലും അദ്ദേഹം ഈ ചെറുപ്പകാലം മുതൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയും ഒക്കെയാണ് അദ്ദേഹം. അങ്ങനത്തെ ഒരാൾ ഇങ്ങനെ ഒരു പാർട്ടിയിലേക്ക് പോകും എന്നൊന്നും പറഞ്ഞു കളയരുത്. അതൊക്കെ മോശമാണ് നമ്മൾ അങ്ങനത്തെ ഒരാളെ കുറിച്ചൊക്കെ പറയുന്നത്. ഏതെങ്കിലും കാലത്ത് പി സി ജോർജിനെ പോലെ പലതവണ പാർട്ടി മാറിയിട്ടുള്ള ആളൊന്നും അല്ല ശ്രീ എം എം മണി. മറ്റു കുഴപ്പങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്, അതൊക്കെ വിമർശിക്കുകയും വേണം. ശ്രീ ഷാജിയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം. അല്ല, ഈ പി സി ജോർജ് നിലവിൽ ബി ജെ പിക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് ബി ജെ പി ഇതുവരെ തള്ളി പറയാത്തിടത്തോളം കാലം ബി ജെ പിയുടെ പിന്തുണയോടുകൂടിയാണ് ഇത് പറയുന്നതെന്ന് നമുക്ക് പൊതുസമൂഹത്തിൽ പരസ്യമായും അതിനെ പിന്തുണ പറയുകയും ചെയ്തു. അതെ, അത് പറയുകയും ചെയ്തു. പിന്നെ ഇതെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പൊ ക്രിസ്ത്യൻ ഒരു കാസയൊക്കെ മുന്നോട്ട് പിന്നിലുണ്ട്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ ഒരു അന്തഃഛിദ്രം ഉണ്ടാക്കി മീൻ പിടിക്കുക എന്നുള്ള ഒരു പോളിസി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ലവ് ജിഹാദിന്റെ കാര്യം അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കണം. അയാളുടെ മകന്റെ ഒരു പശ്ചാത്തലം അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പിന്നെ അതുകൂടാതെ തന്നെ പറയാനുള്ളതെന്ന് പറയാം, പി സി ജോർജിന്റെ അതേ ശൈലിയിലേക്ക് തന്നെ അദ്ദേഹത്തിന്റെ മകനും പോവുകയാണ്. അതിൽ മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ലല്ലോ എന്ന് പറയേണ്ടി വരുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ നീണ്ടുപോവുകയാണ്. അപ്പൊ ഇത്തരത്തിൽ അസത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് വൃത്തികേടുകളും പറഞ്ഞ അന്നേരമുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ട് അഴകുള്ളവരെ വിളിക്കും എന്നുള്ള പ്രയോഗമുണ്ട്. ഡാഷ് വ്യക്തിപരമായി പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് എന്തായാലും അത് വേണ്ട. താങ്കൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാകുകയും ചെയ്തു, എന്നാൽ മോശമായി പറയുകയും ചെയ്തില്ല എന്നുള്ളത് കൊണ്ടാലും കൊള്ളാം. എന്നാലും നമ്മളങ്ങനെ ഒരാളെ വ്യക്തിപരമായി ആ തരത്തിൽ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ശ്രീ അശോകനാണ്, അശോകൻ മുണ്ടൻ. പി സി ഉള്ളത് പറഞ്ഞപ്പോൾ ഉറഞ്ഞുള്ളുന്ന കുറേ കോമരങ്ങൾ. ശ്രീ അശോകൻ മുണ്ടൻ, താങ്കൾ എന്താണ് പി സി ഉള്ളത് പറഞ്ഞതെന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല. ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ അടക്കം പറഞ്ഞിട്ടുണ്ട്. ഒരു കള്ളം ഇങ്ങനെ കുറേ കാലം ആവർത്തിച്ച് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളതായി മാറുമോ? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവരണം, അതിനെതിരെ കേസ് വരണം.
അതിനുള്ള നാട്ടിൽ അന്വേഷിക്കാൻ കേന്ദ്രത്തിലും സംസ്ഥാനത്തുമൊക്കെ അന്വേഷണ ഏജൻസികളും പോലീസ് സംവിധാനവും ഒക്കെ ഇല്ലേ? അവിടെയൊന്നും അവരാരും കണ്ടെത്താത്തൊരു കാര്യം എങ്ങനെയാണ് ഈ അശോകൻ മുണ്ടൻ കണ്ടെത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീ. അതിനെക്കുറിച്ച് പറയുന്നവരെയൊക്കെ താങ്കൾക്ക് കോമരങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കോമരം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ താങ്കൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ മറ്റൊന്നാണെങ്കിലും ഉറഞ്ഞുതുള്ളുന്ന കോമരം എന്നൊക്കെ പറയുമ്പോഴും ചില അർത്ഥത്തിൽ കോമരങ്ങളുടെ ഉറഞ്ഞുതുള്ളൽ പോസിറ്റീവായ അർത്ഥത്തിലും എടുക്കാം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ശ്രീ ഒമറാണ്. PC ജോർജ് വിദേശ സഹായം ലഭിക്കുന്നു സംശയിക്കുന്നു. അദ്ദേഹത്തിന് സമാധാനം നശിപ്പിക്കാൻ ജോർജിന് ഭീകരമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നു. സമഗ്ര അന്വേഷണം ആവശ്യമാണെന്ന് ഒമർ പറയുന്നു. PC-യുടെ മരുമോൾ ലവ് കൃഷ് നടത്തിയപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മകൻ വിവാഹം ചെയ്തതായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഒഴിവാകുന്നു. പോലീസിനെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, ജനങ്ങൾ കൈകാര്യം ചെയ്യണം ഇങ്ങനെയുള്ളവരെ എന്ന് ഫാറൂഖ് സൗദിയിൽ നിന്ന് പറയുന്നു. അങ്ങനെയല്ല, പോലീസ് നിയമ സംവിധാനം തന്നെയാണ്. അപ്പനെ മോനെതിരെയും ജനങ്ങൾ രംഗത്തിറങ്ങണം, കൈയും മറ്റും അവരെ മർദ്ദിക്കണമെന്ന് പറയുന്നത് അത് ശരിയല്ല ശ്രീ ഫാറൂഖ്. ആ തരത്തിലല്ല നമ്മൾ ഇത്തരം വിഷയങ്ങളെ കാണേണ്ടത്. PC-ക്കൊപ്പം എന്ന് മനോജ് കുമാർ പറയുന്നു. എന്ത് പറ്റി മനോജ് കുമാർ? മനോജ് കുമാറും PC-യുടെ മാനസികാവസ്ഥയിലുള്ള ആളാണോ? ക്രിക്കറ്റ് അതോടൊപ്പം തന്നെ PC ജോർജ് മതപരിവർത്തനത്തിന് വിദേശ സഹായം പറ്റി ഹിന്ദു പെൺകുട്ടിയെ മതം മാറ്റി മകന് കെട്ടിച്ചു കൊടുത്തതെന്ന് സംശയിക്കുന്നു. സമഗ്ര അന്വേഷണം ആവശ്യമാണ് എന്ന് ഒമർ പറയുന്നു. അങ്ങനെ ഒമർ പറയുന്ന PC ജോർജ് പറയുന്ന ന്യായം വെച്ചാണെങ്കിൽ ഒമറിന് അങ്ങനെയും ഒരു ന്യായം പറയാം. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ഹിന്ദു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ക്രിസ്ത്യാനിയാക്കി മാറ്റിയതുകൊണ്ട് അത് ഏതെങ്കിലും തരത്തിലുള്ള ജിഹാദോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ഇതായി മാറുമോ? ഇല്ലല്ലോ. അത് അവർ തമ്മിൽ സ്നേഹിച്ചു, അവർ തമ്മിൽ വിവാഹം കഴിച്ചു, അവർക്ക് മതം ഒരു തടസ്സമായില്ല എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ തന്നെയാണ് PC ജോർജ് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. MM മണിക്ക് എന്താ എന്ന് ശ്രീ മോഹനൻ ES എന്ന് അനുകൂലിച്ചാണോ പ്രതികൂലിച്ചാണോ എന്താണെന്ന് അറിയില്ല. സുനീർ M, ഷോൺ ജോർജ് കുരിശ് അത് മകനെ കുറിച്ചാണ്, അത് വേണ്ട. രാവണൻ പറയുന്നു PC ജോർജ് എന്തോ കമൻറ്റ് അവതാരക എന്നൊക്കെയാണ് പറഞ്ഞത്, കമൻറ്റ് വായിക്കട വിഴുങ്ങാതെ എന്നൊക്കെ. രാവണൻ എന്നുള്ള ആളിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, സ്വന്തമായി അച്ഛനും അമ്മയും ഒക്കെ ഇട്ട ഒരു പേര് കാണുമല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇട്ട ഒരു പേര് കാണുമല്ലോ, ആ പേരിൽ അങ്ങ് എഴുതുന്നതല്ലേ ഈ രാവണൻ എന്നൊക്കെയുള്ളൊരു പേരിനകത്ത് വന്ന് പിന്നിൽ വന്ന് മറഞ്ഞു നിൽക്കുന്നത് എന്തിനാണ്? അത് ഭീരുക്കളുടെ ലക്ഷണമാണ്. അങ്ങനെ പേടിത്തൊണ്ടന്മാരായി നിൽക്കേണ്ടതില്ല. താങ്കൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അഭിപ്രായം അന്തസ്സായി തന്നെ തുറന്നു പറയാം. ഞാനിത് വായിച്ചല്ലോ, രാവണൻ എന്ന വ്യാജ പേരിൽ വന്ന് ഒളിപ്പോര് നടത്തിയിട്ടും അത് വായിക്കാൻ ഞങ്ങൾ തയ്യാറായി. അതിന് യാതൊരു മടിയുമില്ല ശ്രീ രാവണൻ എന്ന പേരുകാര. അതുകൊണ്ട് താങ്കൾ ഈ പേര് സ്വന്തം പേരിൽ വന്ന് PC ജോർജിന് അഭിവാദ്യങ്ങൾ എന്ന് മല്ലു കേരള എന്ന് പറഞ്ഞ ഏതോ ഒരു കെവിൻ പീറ്റർ അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറയുന്നു. അദ്ദേഹം തുടർച്ചയായി ഒരേ സാധനം തന്നെയാണ് ഇട്ടേക്കുന്നത്. അതിങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ശ്രീ മല്ലു കേരള. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. ഇതിനെയൊക്കെ അനുകൂലിക്കുന്ന ആളുകൾക്കൊന്നും സ്വന്തമായി പേരില്ലാത്ത ആളുകളാണ്, വ്യാജ പേരുകൾ വരുന്നവരാണ് ഇത്തരം വർഗീയത എല്ലാ കാലത്തും. ഏത് വർഗീയത എടുത്താലും നമുക്കൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്, ഈ വർഗീയതയെ അനുകൂലിച്ചു കൊണ്ടുവന്ന് നമ്മളെയൊക്കെ തെറി വിളിക്കുന്ന ആളുകൾക്ക് പേരില്ല എന്നുള്ളൊരു വലിയ പ്രത്യേകതയുണ്ട്. സ്വന്തം പേര് പറഞ്ഞാൽ അത് നാണക്കേടാണെന്നുള്ളൊരു ബോധം ഉള്ളതുകൊണ്ടാവും അവർ വ്യാജ പേരുകളിൽ ഇത്തരം തെറി വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവരെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഈ ബസ് സ്റ്റാൻഡുകളിലെയൊക്കെ കക്കൂസുകളിൽ പണ്ട് ചില ആളുകൾ അശ്ലീല ചിത്രങ്ങളുമൊക്കെ എഴുതി ചില പേരുകളൊക്കെ എഴുതി വെക്കാറുണ്ടായിരുന്നു. അവർക്ക് അവരുടെ സ്വന്തമായി പറയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ അവിടെയൊക്കെ പോയി ഇതൊക്കെ എഴുതി കാണിച്ച്, അല്ലെങ്കിൽ സ്ത്രീകളുടെയൊക്കെ അശ്ലീല ചിത്രങ്ങൾ വരച്ചു വെക്കുക എന്നൊക്കെ അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. ഒരു ചെറിയ തരത്തിൽ രോഗം കൂടിയാണ്, ചികിത്സിച്ചാൽ ഭേദമാകും. നല്ല കൗൺസിലർമാരെയൊക്കെ ഇപ്പോഴേ കാണുന്നത് നല്ലതാണ് എന്നതുകൂടി ഈ ഇത്തരം വ്യാജ പേരുകാരോട് ഓർമ്മിപ്പിക്കുകയാണ്. ശ്രീ ശരത്താണ് ബാലരാമപുരത്തു നിന്നും. ശ്രീ ശരത്ത്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഹലോ ശ്രീ ശരത്ത്, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഈ വ്യക്തിപരമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ പുള്ളി പലപ്പോഴും ഈ മൈക്കിന്റെ മുന്നിൽ വരുമ്പോഴും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ഒരു വെപ്രാളപ്പെട്ട് വിരളിവിട്ട് പലതും വിളിച്ച് പറയുന്നുണ്ടെന്ന് എനിക്ക് സംശയം. കാരണം പല പാർട്ടികളിൽ നിന്നിട്ട് സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയാണ്. മാത്രമല്ല പ്രായത്തിൻ്റെതായ ഇതുണ്ട്, അസ്ഥിതിയൊക്കെയുണ്ട്. എന്നാലും ചില സമയത്തൊക്കെ നമ്മൾ TV ചാനലിലോ മറ്റുള്ളതിലൊക്കെ അദ്ദേഹം വരുന്നത് കാണാനും സംസാരിക്കാനും നമ്മൾ അത് TV നമ്മൾ കാത്തിരിക്കുന്നതാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ നിയന്ത്രണം വിട്ടുപോകുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട്. പല അഭിപ്രായങ്ങൾ പറയുന്നു. ഇതിലും അതേപോലെ തന്നെ കൈമോശം വന്നിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കാരണം അങ്ങനെ രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിരിക്കുന്ന ഒരാൾ അങ്ങനെ പറയുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല ശ്രീ ശരത്ത്. നമുക്ക് ഊഹിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. PC ജോർജിനെ പോലെ ഒരാൾ അറിയാതെ പറയുന്നതല്ല. ഇപ്പോൾ ആവർത്തിച്ച് ഒരു മതത്തെ ലക്ഷ്യമിട്ട് ഇത്തരത്തിലേക്കുള്ള ഈ ലവ് ജിഹാദൊക്കെ ഇല്ല എന്ന് കണ്ടെത്തിയിട്ട് പോലും അതൊക്കെ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി, എന്നിട്ട് അദ്ദേഹം അതുകൊണ്ട് അപ്പുറവും ചില പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ജലാറ്റിൻ സ്റ്റിക്ക് പിടിച്ചത് എവിടത്തേക്ക് കൊണ്ടുവന്നാണ് തനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് അങ്ങനെ സ്ഫോടനം ഉണ്ടാക്കാൻ കൊണ്ടുവന്നത് എവിടത്തേക്കാണെന്ന് അറിയാമെങ്കിൽ അദ്ദേഹം അത് അന്വേഷണ ഏജൻസികളെയൊക്കെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനില്ലേ?
അദ്ദേഹത്തെ പോലെ പൊതുപ്രവർത്തനം അതൊക്കെയല്ലേ ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് ആവർത്തിച്ച് പറയുന്നത് ചില പ്രത്യേക അജണ്ട. ഇന്നിപ്പോൾ BJP അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തിന് പിന്തുണയും കൊടുത്തിട്ടുണ്ട്, ചില മെത്രാന്മാരും ഒക്കെ അദ്ദേഹത്തിന് പിന്തുണയും പറഞ്ഞിട്ടുണ്ട്. അത് എന്തും അങ്ങനെ നമുക്ക് അങ്ങനെ എന്തും വിളിച്ചു പറഞ്ഞാൽ അത് അതിന് വ്യക്തമായിട്ടുള്ള തെളിവോട് കൂടി വന്നാലേ അത് അംഗീകരിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇദ്ദേഹം ഈ TV ചാനലൊക്കെ വരുമ്പോൾ PC ജോർജ് തത്സമയം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി കാത്തിരിക്കും. ശരി, ശ്രീ ജോസഫാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജോസഫ്, കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് കണ്ടെത്തിയിട്ടും പിന്നെയും അത് പറഞ്ഞ് ബോധപൂർവം ഒരു വർഗീയ വിദ്വേഷം പടർത്താൻ വേണ്ടിയല്ലേ PC ജോർജിന്റെ ശ്രമം? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഇദ്ദേഹം തന്നെ ലൗകികാരൻ. അദ്ദേഹത്തിന് മകൻ എന്താ ചെയ്തത്? ജഗതി ശ്രീകുമാറിന്റെ മകളെ കല്യാണം കഴിച്ചിട്ട് അന്നപ്പാ തന്നെ ക്രിസ്ത്യനെ ശ്രീകുമാറിന്റെ പള്ളിക്ക് കൊണ്ടുവന്നു. ഇത് ഈ രാഷ്ട്രീയ മാലിന്യം നമ്മുടെ BJP ഒരു മുതൽക്കൂട്ടാണ്. കൈക്കൊണ്ട് പോയിട്ടമാരി അതിന്റെ. പിന്നെ ഹിറ്റ്ലർ കത്തളിക്കണ ഹിറ്റ്ലർ ചെയ്ത അക്രമങ്ങളെ മുഴുവൻ മാപ്പാപ്പ അന്നത്തെ പോപ്പ് ന്യായീകരിച്ച മാതിരിയാണ് ഇപ്പോൾ സഭ ചെയ്യുന്നത്. ഇദ്ദേഹം മാണി പാല മെമ്പറിനെ വിളിക്കാറ്. പിന്നെ മാണി സാറായി. ഇദ്ദേഹം ലേബർ പാർട്ടിയിലേക്ക് ചേരാനുള്ള എല്ലാ പാർട്ടിയിലും ചേർന്ന് കഴിഞ്ഞു. കേരളത്തിൽ LDFന്റെ കൂടി VS അച്യുതാനന്ദനെ സപ്പോർട്ട് ചെയ്ത അച്യുതാനന്ദൻ നല്ല ആളായിരുന്നു. പിന്നെ അച്യുതാനന്ദനെ നായിന്റെ മണ്ണ് കുറിച്ച് തുടങ്ങി. ഇയാള് രാഷ്ട്രീയം മല്യാണെന്നേ. ഇയാള് വലിയ ഷാബാണ്. മാത്രമല്ല സരിതയായിട്ട് ഫോൺ സംഭാഷണം കേട്ടില്ല ഇയാളുടെ ലീക്കായത്. പൊന്നുമോളെ ഞാൻ വരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കണല്ലേ. മഹാപ്രത്യേകത്തിന് മനുഷ്യനാള്. പിന്നെ അഴിമതി അധികം ചെയ്തില്ലാന്നോ? അത് മാത്രമല്ല ഒരു പ്ലസ് പോയിന്റ്. ഇത് ശ്രദ്ധിക്കുന്ന ഒരു ചെറിയ പ്ലസ് പോയിന്റ്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ ജോസഫാണ് പ്രതികരിച്ചത്. ശ്രീ അഷറഫാണ് വാഴക്കാലയിൽ നിന്നും. ശ്രീ കണ്ണൂർ വാഴക്കാലയല്ലേ ശ്രീ അഷറഫ്? അല്ല, എറണാകുളം വാഴക്കാല. എറണാകുളം വാഴക്കാലയാണ്. ഓക്കെ, ശരി. കണ്ണൂരിൽ വലിയ ഒരു വാഴക്കാല അറിയില്ല. എറണാകുളം കാക്കനാട്. കാക്കനാട്. ഓ, അറിയാം, സ്ഥലം അറിയാം. ശ്രീ അഷറഫ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പറഞ്ഞോളൂ. ഈ വിഷയത്തില് ഞാൻ നിയമപരമായിട്ട് കേസ് കൊടുത്ത ഒരാളാണ്. ഇപ്പോഴല്ല, കഴിഞ്ഞ ടൈമിലും അതിന് മുമ്പത്തെ പ്രാവശ്യം 2 പ്രാവശ്യം കേസ് കൊടുക്കുകയും അദ്ദേഹത്തിനെതിരെ സമരം നടത്തിയതിന് എനിക്കെതിരെ കേസ് എടുക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അഷറഫ് പൊതുപ്രവർത്തനാണോ? ഞാൻ PDPയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റാണ്. ശരി, ഓക്കെ. അഷറഫ് പറഞ്ഞോളൂ. ഈ വിഷയത്തില് വളരെ ഗൗരവമുള്ള ഒരു വലിയ ഒരു ആരോപണമാണ് PC ജോർജും അദ്ദേഹത്തിന്റെ മകനും ഇപ്പൊ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം 2 വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്ന് പറഞ്ഞിരിക്കുന്നത് ലവ് ജിഹാദാണ്. ലവ് ജിഹാദ് നിലവില് ഇന്ത്യയിൽ ഇല്ല എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും കോടതിയിൽ സമർപ്പിച്ചതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു തെളിവ് PC ജോർജിന്റെയോ PC ജോർജിന്റെ മകന്റെ കയ്യിലോ ഉണ്ട് എങ്കിൽ അവര് കൃത്യമായി ഹാജരാക്കണത്. കാരണം അത് ഇല്ല എന്ന് കേന്ദ്രം പറയുമ്പോഴും കേന്ദ്രത്തിന്റെയും മുകളിലാണ് PC ജോർജും PC ജോർജിന്റെ മകനും ഇന്ന് കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് എന്നതാണ് ഇന്ന് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും വലിയ ആരോപണം, ഇല്ലാത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്ഫോടക വസ്തു കണ്ടുപിടിച്ചത് എന്ത് ചെയ്യാനാണ് എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമെന്നാണ് അദ്ദേഹം മൈക്കിൽ കൂടി പറഞ്ഞത്. അത് തീർത്തും അപകടകരമായിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം ഇത്രയും വലിയ കേരളത്തെ മൊത്തത്തിൽ കത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അപകടമായിട്ടുള്ള സ്ഫോടക വസ്തുവാണ് കണ്ടെത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രയും സ്ഫോടക വസ്തു കണ്ടെത്തിയത് എന്തിനാണ് എന്ന് ഇദ്ദേഹത്തിന് അറിയാമെങ്കിൽ ഉടനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നാണ് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ടത്. ശ്രീ മാഹീനാണ് പൂഞ്ഞാറിൽ നിന്നും. ശ്രീ മാഹീൻ, താങ്കൾ എങ്ങനെയാണ് ഈ താങ്കൾ ഈ പൂഞ്ഞാറ് PC ജോർജിന്റെ നേരത്തെ തുടർച്ചയായി പ്രതിനിധിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിനുള്ളിൽ തന്നെ പെട്ട ആളല്ലേ? ശിവകുമാറാണ് മഹിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടായി. ശ്രീ ശിവകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ PC ജോർജ് ആവർത്തിച്ചുള്ള ബോധപൂർവമായ ഈ മതവിദ്വേഷ പരാമർശങ്ങളെ കാണുന്നത്? മതേതര കേരളത്തിലെ സാറേ പറഞ്ഞോളൂ. മതേതര കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇത്രയും കാലം ഭരിച്ചല്ലോ, ആവർത്തിച്ച് ഭരിച്ചിട്ടുണ്ടല്ലോ. അതെ. എന്നിട്ടും ജാതിയും മതവും നോക്കിയിട്ട് എന്തിനാണ് സർട്ടിഫിക്കറ്റ് ഇപ്പോഴും ചോദിക്കുന്നത്? ജാതിയും മതവും നോക്കി സർട്ടിഫിക്കറ്റ് ചോദിക്കേണ്ട കാര്യമുണ്ടല്ലോ ശ്രീ ശിവകുമാർ. സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടല്ലോ. PC ജോർജിനെ പോലുള്ള സാധാരണക്കാരനെ, അല്ലെങ്കിൽ നമ്മളിപ്പോ ആളെ MLA അല്ലെങ്കിൽ MP ഒന്നും അല്ലല്ലോ. ശ്രീ ശിവകുമാർ, ഞാൻ താങ്കൾ പറഞ്ഞതിലൊന്ന് പറഞ്ഞോട്ടെ, അത് അത്ര ലളിതമായി പറയാൻ കഴിയുന്ന ഒന്നല്ല. ജാതിയും മതവും ഒക്കെ ആളുകളുടേത് സർട്ടിഫിക്കറ്റിൽ ചോദിക്കേണ്ട കാര്യമുണ്ട്. കാരണം മതേതര ഭാരതത്തിൽ എന്റെ അഭിപ്രായം പറഞ്ഞു, ഞാൻ അത്രയും പറയുന്നുള്ളൂ. താങ്കൾ പറഞ്ഞതിനകത്ത് ഒരു അപകടകരമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ ശ്രീ ശിവകുമാർ, ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. മതവും ചോദിക്കണോ? ഇത്രയും പതിറ്റാണ്ടുകളോളം ഭരിച്ചിട്ട് പോലും ഈ ജാതിയും മതവും ചോദിക്കുന്നുണ്ടല്ലോ, ജാതി സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട്. ശ്രീ ശിവകുമാർ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ജാതി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് ഈ സമൂഹത്തിൽ ആവശ്യമാണ്. കാരണം പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി ജാതിയുടെ പേരിൽ വിവേചനം അനുഭവിച്ച പല ജനതയുണ്ട്. ആ ജനതയ്ക്ക് പൊതുസമൂഹത്തിലേക്ക്, മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിൽ
സംവരണ അതിന് സംവിധാനം നമുക്ക് വന്നത്. ആ ആധുനിക സംവരണ ടെക്നോളജി സംവിധാനം ഒരുപാടുണ്ടല്ലോ. നിലനിൽക്കുന്നതിന് ഈ പറയുന്ന ജാതി സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണ്. അതുകൊണ്ട് ജാതി സർട്ടിഫിക്കറ്റുകൾ രാജ്യത്ത് ആവശ്യം. ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാതാക്കിയാൽ ഏതെങ്കിലും തരത്തിൽ രാജ്യം പുരോഗമിക്കില്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് കൂടിയാണ് പറയുന്നത്. അത്യാധുനിക രീതിയിൽ ടെക്നോളജി വന്നിട്ടും ജാതി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടെന്നാണ് സാറ് പറയുന്നത്. അതെ, ഉണ്ട്. ജാതിയുടെ പേരിലാണ് ഇന്നും ഇന്ത്യയിൽ ജാതിയുടെ പേരിൽ കടുത്ത വിവേചനം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു രാജ്യത്ത് ആ വിവേചനം അവസാനിപ്പിക്കണമെങ്കിൽ ജാതി തിരിച്ചറിയാൻ കഴിയണം. ദൈവത്തിന്റെ നാടെന്നൊക്കെ പറഞ്ഞ് സ്വന്തം ദൈവത്തിന്റെ നാടെന്നൊക്കെ നമ്മൾ പറയുന്നത് കേരളത്തിലും അങ്ങ് ഇന്ത്യയും മൊത്തം അങ്ങ് മാറി എന്നൊന്നും പറയാൻ പറ്റില്ല. ദൈവത്തിന്റെ നാടെന്നൊക്കെ നമ്മളൊരു ടൂറിസത്തിന്റെ മുദ്രാവാക്യമല്ലേ, അല്ലാതെ അതിനപ്പുറം ഒരു കാര്യമുണ്ടോ? ഇതിനേക്കാളും വെല്ലുന്ന കുറെ കാര്യങ്ങളുണ്ട്. PC ജോർജ് പറയുന്നതിനേക്കാളും വെല്ലുന്ന കുറെ കാര്യങ്ങൾ കള്ളം എന്തിനാണ് ഇങ്ങനെ വർഗീയ വിദ്വേഷം പരത്താൻ വേണ്ടി ബോധപൂർവ്വം ഇവിടെ ഇല്ലാത്ത ലവ് ജിഹാദ് ഉണ്ടെന്നൊക്കെ എന്തിനാണ് പറയുന്നത് ശിവകുമാർ? ഇല്ലാത്തൊരു കാര്യം ഉണ്ടോ എന്ന് PC ജോർജ് പറയേണ്ട കാര്യമുണ്ടോ? PC ജോർജ് ഈ എന്ന് മതേതര കേരളത്തിലെ ജാതി സർട്ടിഫിക്കറ്റും ശ്രീ ശിവകുമാർ, അതിന്റെ ഉത്തരം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു. മതേതര കേരളത്തിൽ എന്ന് പറഞ്ഞല്ല, മതേതര കേരളത്തിൽ ജാതി സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ട എന്നൊരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ ജാതിയുടെ പേരിലുള്ള വിവേചനം പൂർണ്ണമായും സമൂഹത്തിൽ ഇല്ലാതെ ആവണം. അങ്ങനെ ഇല്ലാതെ ആയിട്ടില്ല. എല്ലാ ജാതിയിൽപ്പെടുന്ന ആളുകൾക്കും തുല്യമായ അവസര സമത്വം സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും എത്തിയിട്ടില്ല. അങ്ങനെ ഒരു സമയം ഉണ്ടെങ്കിൽ ഈ ജാതി സർട്ടിഫിക്കറ്റ് വേണ്ടാന്ന് തീരുമാനിക്കാം. കേരളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ അല്ലെങ്കിൽ കേരളത്തിലെ മന്ത്രിമാരിൽ മുഖ്യമന്ത്രിമാരിൽ എത്ര ആദിവാസി വിഭാഗത്തിൽ പെടുന്ന എത്ര പേരുണ്ട്, ദളിത് വിഭാഗത്തിൽ പെടുന്ന എത്ര പേരുണ്ട്, അത് പരിശോധിച്ചാൽ മാത്രം മനസ്സിലാവും താങ്കൾക്ക് ഈ കാര്യങ്ങളൊക്കെ. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ ഇങ്ങനെയൊക്കെ ഈ നിഷ്കളങ്ക സ്റ്റേറ്റ്മെന്റുകൾ നടത്തിക്കളയത് ശ്രീ ശിവകുമാർ. കേൾക്കുന്ന ചിലർക്കൊക്കെ തോന്നുന്നു, അയ്യോ അത് ശരിയാണല്ലോ, ഈ ജാതി സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ടാണ് ഈ നാട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത് എന്നൊക്കെ. അത് ചിലർക്ക് സ്ഥിരമായി അവസരം കിട്ടുന്ന ആളുകൾ ബോധപൂർവം പറയുന്നതാണ്. അവസരം ചിലരുടെ നിഷേധിക്കാൻ വേണ്ടി പറയുന്ന ഒന്നുകൂടിയാണെന്ന് തിരിച്ചറിയെങ്കിലും വേണം. ശ്രീ ഏലിയാസ് ആണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ഏലിയാസ്, താങ്കൾ എങ്ങനെയാണ് ആവർത്തിച്ചുള്ള PC ജോർജിൻ്റെ ഈ വർഗീയ വിദ്വേഷ പരാമർശങ്ങളെയും അതിനെ പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയും ചില സഭാ നേതാക്കളും ഒക്കെ നിൽക്കുന്നു അതിനെ കാണുന്നത്? ശ്രീ MP മണിയാണ്. ശ്രീ MP മണി, താങ്കൾ എങ്ങനെയാണ് PC ജോർജിന്റെ ഈ വർഗീയ വിദ്വേഷ പരാമർശത്തെ കാണുന്നത്? അതിന് മുമ്പ് നേരത്തെ ജാതി സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറഞ്ഞ ഒരാൾക്ക് ഒരു മറുപടി. ജാതിയുടെ പേരിൽ രേഖാമൂലം വിവേചനം 2 പതിറ്റാണ്ടിലധികമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. തൽക്കാലം ഓർമ്മിക്കട്ടെ, രേഖയുണ്ടായിരുന്നു. 2, PC ജോർജിൽ അത് അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ഇന്ത്യയിലെ നല്ല ജനവിഭാഗത്തെ നല്ല ഐക്യത്തെ തകർക്കാൻ ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ട് വിത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. അതാണ് ഈ വർഗീയത. ഡിവൈഡ് ആൻഡ് റൂൾ. വിഘടിച്ച് ഭരിക്കാൻ, അവർക്ക് സുഖമായി ഭരിക്കാൻ അവർ കുഴിച്ചിട്ട് പോയ വിത്താണത്. നമ്മളത് പറിച്ചു കളയുന്നതിന് പകരം നമ്മളതിങ്ങനെ നനച്ച് വളർത്തിയെടുത്ത് ഇപ്പൊ വലിയ ഫലങ്ങളൊക്കെ വളരെ കാഴ്ച നിൽക്കുകയാണ്, പൂത്ത് കാഴ്ച നിൽക്കുകയാണ്. ഇനി ഇതിനെ താലോലിച്ച് വളർത്താതെ ഈ ബ്രിട്ടീഷുകാരത് എന്തിനു വേണ്ടി ഇവിടെ കുഴിച്ചിട്ടോ അത് നമ്മൾ തിരിച്ചറിയണം. ഈ ഇന്ത്യൻ കെട്ടുറപ്പോട് ഇന്ത്യൻ ജനാധിപത്യത്തെ, ഇന്ത്യൻ ജനങ്ങളുടെ ആ സംഘടനയെ തകർക്കാൻ, ആ സംഘടനാ ബോധം ഇല്ലാതാക്കാൻ ഇനി നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക വേണ്ടത്. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത് പറഞ്ഞോട്ടെ, ഒരാളും അങ്ങോട്ട് ശ്രദ്ധിക്കരുത്. കാരണം ഇത് അത്യന്തം വിഷമാണ് ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ആരായാലും നമ്മളിവിടെ ജനങ്ങളുടെ ഐക്യത്തെ ഊട്ടി വളർത്താൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. അഭിപ്രായം വളരെ വ്യക്തമാണ്. പക്ഷേ ഈ PC ജോർജിനെ പോലുള്ള ആളുകളൊക്കെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളെ സമൂഹം തള്ളിക്കളയണമെന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം കൂടി നമുക്ക് ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്, ചിലത് വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളല്ല എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേസെടുത്താലും ജോർജിനെ അറസ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നു, ദാമോദർജിയാണ് പറയുന്നത്. അതിനെന്നിട്ട് വേറെ ലാവലിൻ കർത്ത ലോയ എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇതൊന്ന് CPM-നെ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കും. RVS ഫാമിലി പറയുന്നു, എൻ്റെ അനുജത്തെ ഒരു മുസ്ലിം മതം കുത്തിക്കയറ്റി മതം മാറ്റിച്ച് കൊണ്ടുപോയി കല്യാണം കഴിച്ചു, ഇതിൻ്റെ പേരെന്താണെന്ന് പറയുന്നു. ശ്രീ RVS ഫാമിലി, അദ്ദേഹവും ഇതുപോലെ ഏത് ഫാമിലിയാണ്, ഫാമിലി മൊത്തം കൂടെ ചേർന്നാണ് ഒരു അക്കൗണ്ട് എടുക്കുന്നതെന്ന് അറിയില്ല. താങ്കളുടെ അനുജത്തിയെ ഒരു മുസ്ലിമിന് ഇഷ്ടപ്പെട്ടു എങ്കിൽ അവർ മതം മാറുകയോ മതം മാറാതിരിക്കുകയോ എന്ന് വെച്ചിട്ട് അവർ ഇഷ്ടപ്പെട്ട ആളുകൾ തമ്മിൽ വിവാഹം കഴിച്ചെങ്കിൽ എന്താണ് കുഴപ്പം? അങ്ങനെ കേരളത്തിൽ എത്രയോ പേർ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാം പരസ്പരം മാറിയും തിരിഞ്ഞുമൊക്കെ ജാതിയും മതവും ഒക്കെ നോക്കാതെ മനുഷ്യർ വിവാഹം കഴിക്കുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതൊന്നും ആരും ജാതിയും മതവും ഒന്നും നോക്കിയല്ല വിവാഹം കഴിക്കുന്നത്. അവർക്കാരും ഇതൊന്നും അല്ലാതെ വിവാഹം കഴിക്കുന്നു. അതിനെയൊക്കെ എന്ത് പേരാണ് വിളിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനെ സ്നേഹം എന്ന പേരാണ് ശ്രീ RVS ഫാമിലി വിളിക്കേണ്ടത്. റിസ് പറയുന്നു, RVS ഫാമിലി ലവ് ജിഹാദ് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് എന്ന് റിസ് പറയുന്നു. റിസിൻ്റെ അനുഭവത്തിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ റിസ് അന്ന് ചൂണ്ടിക്കാണിച്ചാൽ കൊള്ളാം.
RVS ഫാമിലി അത് നിനക്ക് നട്ടലില്ലാത്തതുകൊണ്ടാണ് അതിന് നാട്ടുകാരെ പറയേണ്ടത്. ക്രിക്കറ്റ് ലവറാണ് പറയുന്നത്. ഈ ക്രിക്കറ്റ് ലവർ ഇതിൻ്റെ പേരല്ല ശ്രീ ക്രിക്കറ്റ് ലവർ നട്ടലെന്ന്. താങ്കളുടെ പേര് വേണമെങ്കിൽ നട്ടലില്ലാത്ത ആൾ എന്ന് വിളിക്കാം. കാരണം താങ്കൾക്ക് സ്വന്തം പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങാതെ വ്യാജ പേരിൽ നിൽക്കുന്നതുകൊണ്ട് ആ തരത്തിൽ വേണമെങ്കിൽ താങ്കളെ വിളിക്കാം. അല്ലാതെ മറ്റുള്ളവരെ അല്ല അങ്ങനെ വിളിക്കേണ്ടത്. പ്രണയിച്ചു കെട്ടുന്നതിൽ മതം ഒരു തടസ്സമാണോ? ലവ് ജിഹാദ് എന്ന് പറയുന്ന സത്യത്തിൽ ആരോ കൊണ്ടുവന്നത്? പണ്ട് തൊട്ടേ ഇൻ്റർ കാസ്റ്റ് മാരേജ് ഈ ലോകത്ത് എല്ലായിടത്തും ഉള്ളല്ലോ. അപ്പോൾ അതെല്ലാം ഇതൊരു വാക്കിൽ ഒതുങ്ങുമോ എന്ന് കുഞ്ചു ചോദിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് അദ്ദേഹത്തിനത്. ഗൗരവമുള്ള ചോദ്യം കൂടിയാണ്. എന്ത് വർഗീയതയാണ് PC ജോർജ് പറഞ്ഞത് എന്ന് കൊടുക്കുന്നത്. എന്നിട്ട് മാമ പിന്നെ അത് കഴിഞ്ഞ് മറ്റൊരു മോശപ്പെട്ട വാക്ക് കൂടിയാണ് ശ്രീ പയസ് മാത്യു ഉപയോഗിച്ചിരിക്കുന്നത്. പയസ് മാത്യു, താങ്കളുടെ ഒരു നിലവാരം ഇതിൽ വളരെ വ്യക്തമായി. താങ്കൾ ഈ ഇത്തരമൊരു ഭാഷയാണോ താങ്കൾ പൊതുസമൂഹത്തിലും ഉപയോഗിക്കുന്നത്, വീട്ടിലുമൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് സ്വാഭാവികമായും സംശയം തോന്നുന്ന തരത്തിൽ തന്നെയാണ് താങ്കൾ എഴുതിയിരിക്കുന്നത്. പ്രമോദ് പറയുന്നു, എന്തും PC പറഞ്ഞപ്പോൾ അത് വലിയ പ്രശ്നമായി എന്ന് പറയുന്നു. PC മോശം പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും മിസ്റ്റർ പ്രമോദ്. അതോടൊപ്പം തന്നെ ദാമോദർ ഷിബു ക്രിസ് പറയുന്നു, കിരൺ, ഇന്റർഫെയ്ത്ത് മാരേജ് ഈസ് നോട്ട് എ പ്രോബ്ലം, ബട്ട് വൈ റിലീജിയസ് കൺവേർഷൻ ആഫ്റ്റർ മാരേജ് ഈസ് കൺവേർഷൻ ആഫ്റ്റർ മാരേജ് നെസസറി എന്ന് പറയുന്നു. ഒരാൾ മതം സ്വീകരിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളിന് മതം സ്വീകരിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ തടസ്സമില്ല. വിവാഹത്തിന് ശേഷം ഒരാൾക്ക് മതം സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കണമെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. പക്ഷേ ഉന്നതമായ മൂല്യം എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നു, ഭാര്യയും ഭർത്താവും രണ്ട് മതത്തിൽ വിശ്വസിക്കുകയും സ്നേഹിച്ച് കല്യാണം കഴിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ രണ്ടുപേർക്കും രണ്ടുപേരുടെയും വിശ്വാസങ്ങളും അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഉത്തമമായ മാർഗം. ഇനി അതല്ല, രണ്ടുപേരിൽ ഒരാൾക്ക് മറ്റൊരാളുടെ മതത്തിൽ ചേരണമെന്ന് തോന്നിയാൽ ചേരുന്നതിന് ഏതെങ്കിലും തരത്തിൽ അതിനെ നിയമപരമായി അതൊരു തടസ്സം അല്ല എന്ന് കൂടി പറയുന്നു. സ്വന്തം നേട്ടത്തിന് PC ജോർജും മകനും കേരളം കത്തിച്ചിട്ടാണെങ്കിലും BJPക്ക് അധികാരം കിട്ടണമെന്നാണ് നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് ഒമർ പറയുന്നു. എന്തായാലും അങ്ങനെ വ്യത്യസ്തമായ കുറേയേറെ അഭിപ്രായങ്ങൾ ഉണ്ട്. വെളിവില്ലാത്ത PC തെളിവില്ലാത്ത ലവ് ജിഹാദ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ജുജു പറയുന്നു. ഇതിലും പ്രശ്നമുണ്ടാക്കുന്നത് ചാനലുകാരാണ് എന്നാണ് ശ്രീ രവീന്ദ്രൻ്റെ അഭിപ്രായം. ശ്രീ രവീന്ദ്രന് ഇത്തരം കാര്യങ്ങളൊക്കെ ചാനലുകാരുള്ളതുകൊണ്ടാണ് പലപ്പോഴും കേസാവുന്നതും ഇതൊക്കെ. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് പോയേനെ, അതിൻ്റെയൊക്കെ തെളിവൊക്കെ വരികയും അത് കേസാവുകയും ഇപ്പോൾ അകത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുകയും അവിടെ നിന്ന് എനിക്ക് വയ്യായെ നിലവിളിച്ചുകൊണ്ട് ICUവിലേക്ക് പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണെന്ന് കൂടി ശ്രീ രവീന്ദ്രൻ ഓർക്കുക. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് PC ജോർജിൻ്റെ ഈ വിദ്വേഷ പരാമർശത്തെ കാണുന്നത്? PC ജോർജ് ഒരു കാലത്ത് പൂഞ്ഞാറിലെ പുലിയായിരുന്നു. ഇപ്പോൾ എലിയായി മാറിയപ്പോഴേ, കേരള രാഷ്ട്രീയത്തിലെ ഒരു എടുക്കാത്ത നാണയമായി മാറിയപ്പോഴേ വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്തെങ്കിലും ആവാമെന്നുള്ള ഒരു വ്യാമോഹമാണ്. അതിനെ അദ്ദേഹം അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ കാരാഗൃഹത്തിൽ അടക്കുകയും ചെയ്തതാണ്. അവിടെ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിട്ടും വീണ്ടും അത് തന്നെ ആവർത്തിക്കുമ്പോൾ ഒരു 4 ദിവസം പുറം ലോകം കാണാതെ ഇരുത്തുകയാണെങ്കിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ, ആ രോഗമേ അദ്ദേഹത്തിനുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി ശ്രീ റഷീദ്. ശ്രീ രാജു ആണ് പിറവത്ത് നിന്ന്. ശ്രീ രാജു, താങ്കൾ എങ്ങനെയാണ് PC ജോർജിൻ്റെ ഈ ഇല്ലാത്ത ലവ് ജിഹാദ് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തെയും അതിനെ BJPയും ചില സഭാ നേതാക്കളും ഒക്കെ അനുകൂലിക്കുന്നതിനെയും കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരം സാർ. ഇത് PC ജോർജ് സാർ പറയുന്നതിൽ കുറെ കാര്യങ്ങളുണ്ട്. അതെന്താണ്? അത് ശരിക്കും സമൂഹത്തിൽ ഇറങ്ങി അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ, അത് ചെറിയ കാര്യങ്ങളല്ല, ശരിക്കും പഠിക്കണം, എന്നാലേ അത്. താങ്കൾ പഠിച്ച കാര്യം ഒന്ന് പറയൂ. അല്ല, സമൂഹത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട് സാർ. എന്താ വെച്ചാൽ ഇപ്പൊ തന്നെ ഈ നമ്മുടെ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടും ഇതെല്ലാം ഒരു മാലയിൽ കോർത്ത കാര്യങ്ങൾ. രാജു, വളരെ വ്യക്തമായി തന്നെ ചോദിക്കാം. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 400ഓളം പെൺകുട്ടികളെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ലവ് ജിഹാദ് ആണിത്. അതിൽ 40 പേരെ മാത്രമേ തിരികെ കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന തരത്തിലേക്ക് ഏതെങ്കിലും ഒരു കേസ് പോലും ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. കേരളത്തിൽ അങ്ങനെ ഒരു ലവ് ജിഹാദ് ഇല്ല. ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പച്ചക്കള്ളമാണ് എന്ന് പറയേണ്ടി വരും. ഇത് അതിവിദഗ്ധമായിട്ട് നടത്തുന്ന ചില. അത് എവിടെയാണ് ഈ അതിവിദഗ്ധമായി നടത്തി കഴിഞ്ഞാൽ കേരള പോലീസിനോ കേന്ദ്ര അന്വേഷണ ഏജൻസികളോ കണ്ടെത്താൻ കഴിയില്ലേ? ഇല്ലാത്തൊരു കാര്യം ആവർത്തിച്ച് പറഞ്ഞു ഉണ്ട് എങ്ങനെയാണ് സ്ഥാപിക്കുന്നത്? ഒരു കണക്കുമില്ലാതെ ഒരിക്കലും PC ജോർജ് സാർ അങ്ങനെ കള്ളം, പച്ചക്കള്ളം വിളിച്ചു പറയുന്നതിന്, വെളിവില്ലാതെ എന്ത് കള്ളവും വിളിച്ചു പറയുന്നതിന് എങ്ങനെയാണ് ഒരു തെളിവില്ലെന്ന് പറയുന്നത്? എന്ത് തെളിവാണുള്ളത്? സമൂഹം സാർ, ഇത് പൊതുസമൂഹം ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം മനസ്സിലാക്കും. ശ്രീ രാജു, താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? താങ്കൾ എങ്ങനെയാണ് പറയുന്നത് ഉണ്ടെന്ന്? താങ്കൾക്ക് അനുഭവത്തിൽ ഏതെങ്കിലും ഉണ്ടോ അങ്ങനെ തെളിവുകൾ? തീർച്ചയായിട്ടും. ഒരാൾ ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഹിന്ദുവോ പരസ്പരം കല്യാണം കഴിച്ചാൽ അതെല്ലാം ലവ് ജിഹാദാണ്. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതായിട്ടല്ല സാർ, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് വളരെ വിദഗ്ധമായിട്ട് വരുന്ന. എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? കേരളത്തിലെ ആളുകൾക്ക് പരസ്പരം അറിയില്ലേ?
ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നാൽ അറിയില്ലേ പരസ്പരം ആളുകൾ? സാറേ, അത് ഞാൻ ഒരു മുസ്ലിം സമുദായത്തെ കുറ്റപ്പെടുത്തുന്നല്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല ഞാൻ ചോദിച്ചത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളടക്കം അന്വേഷിച്ചിട്ട് ഇവിടെ എങ്ങും കണ്ടെത്തിയിട്ടില്ല. മതേതരത്വം നമ്മുടെ നാട്ടിൽ പുലർന്നു കാണാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ താങ്കൾ ഈ ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ള താങ്കളുടെ ആ പ്രസ്താവന പിൻവലിക്കൂല. എന്താ വെച്ചാൽ അതിനകത്ത് താങ്കളുടെ കയ്യിൽ എന്താണ് തെളിവുള്ളത്? ഞാനൊരു ഇത് അവര് കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ലവ് ജിഹാദ് ഞാൻ ചോദിച്ചത് താങ്കളുടെ കയ്യിൽ തെളിവ് എന്തെങ്കിലും ഉണ്ടോ? തെളിവുകൾ ഞാൻ കയ്യിൽ തെളിവുകളുണ്ട്, പക്ഷെ ഇപ്പൊ അത് പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല. എങ്കിൽ താങ്കളുടെ കയ്യിൽ തെളിവുണ്ട്, താങ്കൾ അന്വേഷണ ഏജൻസി വിശ്വാസമുള്ള അന്വേഷണ ഏജൻസി കൊടുക്കണം. പേഴ്സണലായിട്ട് സാറ് എനിക്ക് പേഴ്സണലായിട്ട് അറിയേണ്ട കാര്യമില്ല. താങ്കളുടെ കയ്യിൽ തെളിവില്ല എന്ന് എനിക്ക് 100% അറിയാം. 100% തെളിവുണ്ട് സാർ. ഉണ്ടെങ്കിൽ താങ്കൾ അന്വേഷണ ഏജൻസിക്ക് കൊടുക്കണം സാർ. കൊടുക്കാം സാർ, കൊടുക്കാം. അതിങ്ങനെ ഇത് ഇവിടെ പറയണ്ട, താങ്കൾ അന്വേഷണ ഏജൻസിക്ക് കൊടുക്കാമല്ലോ. കേരള പോലീസിന് വിശ്വാസമാണെങ്കിൽ അവർക്ക് കൊടുക്കാം, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വിശ്വാസമാണെങ്കിൽ അവർക്ക് കൊടുക്കാം, അവർക്കൊക്കെ കൊടുക്കാൻ എന്തെല്ലാം സംവിധാനമുള്ള നാട്ടിൽ. കൊടുക്കാം സാർ, തീർച്ചയായിട്ടും കൊടുക്കാം. അതാ ആദ്യം ചെയ്യുന്നത്, അതിനുശേഷം പിന്നീട് ഒരു സെക്കൻഡ്. നമ്മളൊരു 10-25 വർഷമായിട്ട് ഇതെല്ലാം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു 25 വർഷമായിട്ട് നടക്കുന്നില്ല രാജു, ചുമ്മാ കള്ളം പറയരുത്. താങ്കൾ ഈ PC ജോർജിനെ പോലെ സംസാരിക്കരുത്. അല്ല സാർ, ഇപ്പൊ വന്നേക്കുന്നത് ഒരു 5 വർഷമായുള്ളൂ, ഒരു 5 വർഷം 10 അതാ പറഞ്ഞത്, താങ്കൾ PC ജോർജിനെ പോലെ സംസാരിക്കരുത്. നോ, ഒരിക്കലും ഇല്ല. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മതേതരത്തിന് 100% നമ്മള് വാല്യൂ. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ താങ്കൾ അത് അന്വേഷണ ഏജൻസികൾക്ക് കൊടുക്കും. തീർച്ചയായിട്ടും. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഇത് അദ്ദേഹത്തെ അവിടെ അന്ന് ജയിപ്പിച്ചത് മുസ്ലിങ്ങളായിരുന്നു. മുസ്ലിങ്ങൾ മാത്രമല്ല ജയിപ്പിച്ചത് എല്ലാ വിഭാഗം ആളുകൾ കൂടിയാണ്. മുസ്ലിം വോട്ട് മാത്രം കിട്ടി ജയിച്ച ഒരാളെന്നല്ല PC ജോർജ്. അവിടെ എല്ലാ ജാതി മതമൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ PC ജോർജിന് വോട്ട് ചെയ്തിട്ടുണ്ട്. നടക്കുന്നു, വേറെ എവിടെയും കയറി പറ്റാനൊന്നും പറ്റാതെ അങ്ങനെ നടക്കുന്നിടയില് അങ്ങനെ ഇപ്പൊ പുതിയൊരു ഏർപ്പാടായിട്ട് ഇറങ്ങിയതാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ സർക്കാർ എന്ത് ചെയ്തിരിക്കുന്നുള്ളത് ആശങ്കയില്. അയാള് റിമാൻഡിലാണോ അതോ പുറത്താണോ? ഇപ്പൊ നിങ്ങളൊപ്പം ഇങ്ങനെ അവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇത് ജനങ്ങൾക്ക് അറിയാനൊരു ജിജ്ഞാസ ഉണ്ട്. അതാണ് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഇതിനെ സംബന്ധിച്ച് വളരെ നിശ്ചിതമായി വിമർശിച്ചു. എന്തായാലും സലീം മൂഴിയേക്കൽ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകന്റെ കമന്റ് യൂട്യൂബിലുണ്ട്. അത് എന്തായാലും അതൊരു വ്യത്യസ്തമായ കമന്റാണ്. ക്രിസ്ത്യൻ പെൺകുട്ടികളെ അപമാനിച്ച PC ജോർജിനെ വെറുതെ വിടരുത് എന്നാണ് പറയുന്നത്. വിവാഹത്തിന് 24 വയസ്സ് വരെ കാത്തിരുന്നാൽ മീനച്ചിലെ പെൺകുട്ടികൾ ചാടിപ്പോകുമെന്ന് പറഞ്ഞ് അപമാനിക്കുകയാണ് PC ജോർജ്. ഇതാണ് 24 വയസ്സ് വരെ മുമ്പ് പെൺകുട്ടികളെയൊക്കെ വിവാഹം കഴിച്ചയക്കണമെന്ന് കൂടി PC ജോർജ് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഈ പെൺകുട്ടികളാകെ എന്തോ നഷ്ടപ്പെട്ടു പോകും, ചാടിപ്പോകുമെന്ന് പറഞ്ഞാൽ അത് പെൺകുട്ടികളെ അവമാനിക്കൽ തന്നെയാണ്. അങ്ങനെ ഒരു പ്രതികരണമായിരുന്നു യഥാർത്ഥത്തിൽ സഭയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവേണ്ടിയിരുന്നത്. PC ജോർജ് അത്തരത്തിൽ അങ്ങനെ അവമാനിക്കേണ്ടതില്ല. ക്രിസ്ത്യൻ പെൺകുട്ടികളൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളും സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന പെൺകുട്ടികളൊക്കെയാണ്. പ്രത്യേകിച്ച് മധ്യകേരളത്തിലൊക്കെ ഉള്ള പെൺകുട്ടികൾ കുറെ കൂടി നേരത്തെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് കുറെ കൂടി നേരത്തെ ഉയർന്ന വിദ്യാഭ്യാസം നേടുകയും വിദേശ രാജ്യങ്ങളിലടക്കം പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. അവരെ കൂടിയാണ് ഈ PC ജോർജ് അവമാനിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ക്രിസ്ത്യൻ പെൺകുട്ടികളെ അതോടൊപ്പം തന്നെ അതേ വാചകം തന്നെയാണ് അദ്ദേഹം പിന്നീട് എഴുതിയിരിക്കുന്നത്. അറബിക് കോളേജുകളെക്കാൾ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ നുണകളെ പൊളിക്കാനുള്ള പ്ലാറ്റ്ഫോമാണ് സമുദായത്തിന് ആവശ്യം എന്നൊക്കെ പറയുന്നു ശ്രീ ദാമോദർ ജി. എന്തായാലും ശ്രീ നാരായണൻ നായരാണ് ഹരിയാനയിൽ നിന്നും. ശ്രീ നാരായണൻ നായർ, താങ്കൾ എങ്ങനെയാണ് ഈ ഇല്ലാത്ത ലവ് ജിഹാദ് ഉണ്ട് എന്ന PC ജോർജിന്റെ പ്രസ്താവനയെ കാണുന്നത്? നമസ്കാരം സാർ, ഇത് ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം പറഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറും ഇവിടെ ഒരുപാട് തവണ പറയുന്നു പിന്നെ കോടതികളും കേന്ദ്ര സർക്കാരും ഒക്കെ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്നാണ്. പക്ഷെ എന്റെയൊക്കെ ഒരു ചെറിയ സംശയം തോന്നുന്നു സാറ്. ഞാനൊരു ലവ് ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യനോ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയുന്ന ഒരു മനുഷ്യമല്ല. എന്നാൽ എന്റെ മനസ്സിലുള്ള ഒരു ചെറിയ സംശയമുണ്ട്. അതിനെന്താന്ന് ഉത്തരവെന്ന് സാറിന് അറിയാമെങ്കിൽ പറയുക. കാരണം അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും യമനിലും ഒക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ പെൺകുട്ടികളുണ്ട്, അവരെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിന്റെ സ്ഥലത്ത് വരെ പരാതികൾ പോയി. അതൊന്നും അവര് അഫ്ഗാനിസ്ഥാനും സിറിയക്കാരും യമൻകാരും ഒന്നും വിവാഹം കഴിച്ചുകൊണ്ട് പോയതല്ലല്ലോ സാറേ, കേരളത്തിൽ തന്നെ വിവാഹം കഴിച്ചുകൊണ്ട് പോയതല്ലേ. ശ്രീ നാരായണൻ നായർ, കേരളത്തിലല്ല ലോകത്തെവിടെയും എല്ലാ മതത്തിലും, അതിന് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാണ് കൃത്യമായി പറയുന്നത്. ആ മതങ്ങളിലെല്ലാം തന്നെ ഇത്തരം മത തീവ്രവാദികളുണ്ട്.
അത് മുസ്ലിം മതത്തിൽ മത തീവ്രവാദികളില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മുസ്ലിം മതത്തിലും മത തീവ്രവാദികളുണ്ട്, അതിശക്തമായി തന്നെയുണ്ട്. മത തീവ്രവാദം വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നവരും ആ തരത്തിലേക്ക് പ്രവർത്തിക്കുന്നവരുമായ ആളുകളൊക്കെ മുസ്ലിം മതത്തിലുമുണ്ട്, അത് ഹിന്ദു മതത്തിലുണ്ട്, അത് ക്രിസ്ത്യൻ മതത്തിലുണ്ട്. അവരൊക്കെ കാണിക്കുന്ന വൃത്തികേടിന്റെ പുറത്ത് ആ മതം ആകെ കുഴപ്പമാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ പേരിൽ ലവ് ജിഹാദ് കൊണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇല്ലാത്തൊരു സാധനം ഉണ്ട് എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ തീവ്രവാദത്തെ എല്ലാം നമ്മൾ അംഗീകരിക്കുന്നതിന് അർത്ഥമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എങ്ങനെ സാറിന് ഞാൻ ചോദിക്കുന്നത്, അപ്പൊ സാറ് പറഞ്ഞ് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും യമനിലും ഉള്ള ആൾക്കാർ ഇവിടെ കേരളത്തിൽ വന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോയെന്നല്ല ഞാൻ പറഞ്ഞല്ലോ. കേരളത്തിലടക്കം എല്ലാ മതവിഭാഗത്തിലും, മുസ്ലിം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും ഹിന്ദു മതത്തിലും എല്ലാം തീവ്രവാദികളുണ്ട്, അല്ലെങ്കിൽ ഇത്തരം മതമൗലികവാദികളുണ്ട്. അത്തരം ആളുകളൊക്കെ അവരുടെ മതം മാത്രമാണ് ലോകത്തെ ഏറ്റവും വിശുദ്ധമായ മതമെന്നും മറ്റു മതങ്ങളെല്ലാം മോശമാണെന്നും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത്തരക്കാർ ഇത്തരം വൃത്തികേടുകൾ എല്ലാ മതത്തിലും കാണിക്കും. ഞാൻ ഒരിക്കലും പറഞ്ഞില്ല മറ്റു മതങ്ങളോ. അല്ല, ഞാൻ പറയുന്നു, അങ്ങോട്ട് പറയുന്നു എല്ലാ മതത്തിലും അത്തരക്കാരുണ്ടെന്നുള്ള സംശയമൊന്നുമില്ലെന്ന്. സാറേ, അപ്പൊ സാറ് പറയുന്നു കേന്ദ്ര സർക്കാരും പിന്നെ പോലീസും എല്ലാം പറഞ്ഞു ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നതിനർത്ഥം കേരളത്തിലെ മറ്റ് മുസ്ലിം മതമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽ ആരും തീവ്രവാദികളില്ല എന്നോ, അല്ലെങ്കിൽ ആ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആരും ഇല്ല എന്നല്ല. അല്ല സാറേ, ലവ് ജിഹാദ് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ സാറേ ഈ പെൺകുട്ടികൾ അവിടെ പോയത്? ഞാൻ അതല്ലേ പറഞ്ഞത്, പലതരത്തിലുള്ള ആളുകൾ ചിലപ്പോൾ അവരെ പോകുന്നത് ചിലപ്പോൾ പ്രണയിച്ചു പോകുന്നതായിരിക്കും, ചിലപ്പോൾ അവരും വിശ്വാസത്തിന്റെ ഭാഗമായി പോകുന്നതായിരിക്കും. എന്തോ സാറേ പറയേണ്ടത്? അതെന്താണ്? അതിനെങ്ങനെയാണ് ഞങ്ങൾ ലവ് ജിഹാദായി കാണുന്നത്? ഞാൻ പറയുന്നില്ല, സാറ് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? അതിനെ എങ്ങനെയാ പറയേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ചില ആളുകൾ അവിടെയൊക്കെ പോയി സിറിയയിലൊക്കെ പോയി യുദ്ധം ചെയ്യുന്നതിനെ എന്തോ മഹത്തായ കാര്യമായി വിശ്വസിക്കുന്ന ചിലരുണ്ട്. അതാണ് പറഞ്ഞത്. അത്തരം തീവ്രവാദ നിലപാടുള്ള ആളുകളുണ്ട്. അത്തരം നിലപാടുള്ള ആളുകളെ സമൂഹം തള്ളിക്കളയും. അതിനൊരു പേര് പറയണ്ട. അതിനെന്താണ് പേര് പറയുന്നത്? ഇപ്പോൾ എല്ലാ മതത്തിലും അത്തരം ആളുകളില്ല, അതിന് ലവ് ജിഹാദ് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഹിന്ദുവിലും ഉണ്ട്, ക്രിസ്ത്യനിലും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാർ എന്തോ പറയേണ്ടത്? അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ കൊണ്ടുപോകുന്ന ആളുകൾ അതാത് മാത്രമേ തീവ്രവാദികളാണ് കൊണ്ടുപോകുന്നത്, അല്ലെ മൗലികവാദികളാണ് കൊണ്ടുപോകുന്നത്. അതിന് ആ സ്ത്രീകളെ ആരെയും പറയണം. ഒരു കാര്യം കൂടെ പറയണം, ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും എത്ര അങ്ങനെയുള്ള തീവ്രവാദികൾ ഉണ്ടായിട്ടുണ്ട്? കേട്ടില്ല. വെളി കല്യാണം കഴിച്ച് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ജയിലിലാക്കി എത്ര പേരുണ്ട്? ഹിന്ദു മതത്തിലോ? ഹിന്ദു മതത്തിൽ ശ്രീ നാരായണൻ നായർ ഇന്ത്യയിലെ വർഗീയ ലഹളയുടെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ അത്തരത്തിലേക്ക് ഇതര മതക്കാരെ ആക്രമിച്ചതിന്റെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് മനസ്സിലാവും ഹിന്ദു മതത്തിൽ നിന്ന് എത്ര പേരുണ്ട് എന്നുള്ള. ഏതെല്ലാം മതത്തിൽ ഇന്ത്യയിലെ ഒരു മതത്തിലുണ്ടെങ്കിൽ ഹിന്ദു മതത്തിലും അതേപോലെ തന്നെ തീവ്രവാദികളുണ്ട്. തീവ്രവാദികൾ എല്ലാ മതത്തിലും ഉണ്ടെന്ന് പറഞ്ഞു ഒരു സംശയമില്ല, ഉണ്ട്. ഇന്ത്യയിൽ ഹിന്ദു മതത്തിൽ തീവ്രവാദികളില്ലേ? കൊടും തീവ്രവാദികളില്ലേ? കൊടും തീവ്രവാദികൾക്ക് പിന്തുണ നൽകുന്ന ആളുകളില്ലേ? ആൾക്കാര് ഇവിടുന്ന് വെളി കല്യാണം കഴിച്ചുകൊണ്ട് വെളിയിൽ അവർക്ക് ഇവർ വെളിയിൽ പോകുന്നു. ഇവർക്ക് വെളിയിൽ പോകാൻ ഇന്ത്യയിൽ തന്നെ അവർ കാണിക്കുന്നില്ലേ വൃത്തികേടുകൾ? സാറേ, ഞാൻ ഇന്ത്യയിലെ കാര്യമല്ല. ഇന്ത്യയിൽ വൃത്തികേട് കാണിച്ചാൽ അത് വൃത്തികേടാവില്ലേ? ഇന്ത്യക്കകത്ത് ലവ് ജിഹാദ് ഇല്ല. ഇന്ത്യക്കകത്ത് ലവ് ജിഹാദ് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശ്രീ നാരായണൻ നായർ, ഞങ്ങളുടെ സമയം അവസാനിക്കേണ്ടത് കൊണ്ടാണ് വേഗത്തിൽ രണ്ടുപേരിൽ കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ദീപക്കാണ്. ശ്രീ ദീപക്, താങ്കൾക്ക് വേഗത്തിൽ പറയാം. ദീപു ആണ് കേട്ടോ. ക്ഷമിക്കണം ശ്രീ ദീപു, താങ്കൾക്ക് പറയാം. ഞാൻ വെച്ച് വേറെ ആരാണ് ലൈനിലുണ്ട്. അതായത് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ പ്രേമത്തിന് ഈ ലവ് ജിഹാദ് എന്ന് പേരിടുന്നത് എന്തുകൊണ്ടാണ്? ഈ മുസ്ലിം മതത്തിലുള്ള പുരുഷന്മാർ മറ്റു മതത്തിലെ സ്ത്രീകളെ കല്യാണം കഴിക്കും മാത്രം ലവ് ജിഹാദ് എന്നെടുത്തത്. മറ്റുള്ള മതങ്ങളിലെ പുരുഷന്മാര് മറ്റുള്ള മതങ്ങളിലെ സ്ത്രീകളെ കല്യാണം കഴിക്കുമ്പോൾ ഹിന്ദുക്കളെ എന്തുകൊണ്ടാണ് ലവ് വേറെന്തെങ്കിലും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികള് അങ്ങനെ ക്രിസ്ത്യൻ പുരുഷന്മാര് മറ്റുള്ള സ്ത്രീകളിലെ കല്യാണം കഴിക്കുമ്പോൾ ലവ് എന്താണ് പേര് വരാത്തത്? ഇത് കൃത്യമല്ല. ഇത് ഒരാളെ മുൻനിർത്തിക്കൊണ്ട് ഒരു മതത്തിനെ ഇകഴ്ത്തി കാണിക്കാനും അതിനെ ആക്രമിക്കാനും ഒരു പേരിട്ടുകൊണ്ട് നടത്തുന്ന കാസ പോലുള്ള സംഘടനകളുണ്ട്. ഈ കാസ പോലുള്ള സംഘടനകളുടെ പിൻപറ്റി അവരുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി കൂടെ കറങ്ങി നടക്കുന്ന ഈ പുരോഹിതന്മാരാണ്. എല്ലാ പുരോഹിതന്മാരും ഇല്ലായിരുന്നു. നമ്മുടെ തിരുവല്ലയിലെ പുരോഹിതനുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി കുറച്ച് ഈ ഒരു വർഷത്തിന് മുമ്പ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അവരെയൊക്കെയാണ് പുരോഹിതരെന്ന് പറയുക. അല്ലാതെ ഇത് കാസ പോലുള്ള ബി ജെ പി ഇ ഡിയെ കാണിക്കുമ്പോൾ പേടിക്കുന്ന മുട്ടിടിക്കുന്ന പുരോഹിതന്മാര് പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ഓതി കൊടുക്കുകയാണ് ഈ പി സി ജോർജ് ചെയ്യുന്നത്. എന്താണ് ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ആർക്കും ഇല്ലേ? ഇവിടെ ഒരു പുരുഷനും സ്ത്രീയും കല്യാണം അവസാനിക്കുന്നത് കൊണ്ടാണ് വളരെ വാലിഡായ പോയിന്റ് തന്നെയാണ്. ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർ മാത്രമല്ല ഇതര മതത്തിലെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ പരസ്പരം പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത്. ആളുകൾ അങ്ങനെയൊക്കെ പ്രണയിച്ച് വിവാഹം
വിവാഹം കഴിക്കണം എന്നുള്ളത് തന്നെയാണ് നിലപാട്. മതമോ ജാതിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സമോ രണ്ടുപേർ തമ്മിലുള്ള വിവാഹത്തിന് തടസ്സമായി നിൽക്കരുത്, അതാണ് ലോകം കാണേണ്ടത്. സ്നേഹമാണ് എന്നൊക്കെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു പറയുന്നെങ്കിൽ ഈ മതപുരോഹിതന്മാർ തന്നെ പറയണം ഏത് മതം നോക്കിയല്ല നിങ്ങൾ പ്രണയിക്കേണ്ടത്, അല്ലെങ്കിൽ സ്വന്തം മതത്തിലെ ആളുകളെ മാത്രമേ മകനെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്നല്ല തീരുമാനിക്കേണ്ടതെന്ന് പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി ഈ മതപുരോഹിതന്മാർക്കെല്ലാം ഉണ്ട് എന്നതുകൂടി അവർ ഓർക്കണം. എന്തായാലും വളരെ പോസിറ്റീവായ രീതിയിലാണ് ഭൂരിപക്ഷം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായത് എന്നുള്ളത് കേരളീയ സമൂഹത്തെ സംബന്ധിച്ചുകൂടി പ്രതീക്ഷ നൽകുന്ന ഒന്നുകൂടിയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലടക്കം കേരളത്തിലേക്ക് ആളുകൾ ഇത്തരമൊരു വിഷയം വന്നാൽ അഭയകേന്ദ്രമായി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾ അതിൽ അഭിമാനിക്കുക കൂടിയാണ് വേണ്ടത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.